നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ഇടുക്കിയിൽ വെള്ളിയാഴ്ച പെയ്ത കനത്ത മഴയിൽ വ്യാപക നാശം. തൊടുപുഴ ഉൾപ്പെടുന്ന ലോറേഞ്ച് മേഖലയിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലുമുണ്ടായി. അതിതീവ്ര മഴയ്ക്ക് കാരണം ലഘുമേഘ വിസ്ഫോടനമെന്ന് സംശയിക്കുന്നതായി കാലാവസ്ഥാ വിദഗ്ധർ. മഴ കനത്ത സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ ഷീബ ജോർജ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥയും ജില്ലാ കളക്ടറുമായ ഷീബ ജോർജ്. ജില്ലയിലെ വോട്ടെണ്ണൽ നടക്കുക പൈനാവ് ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ച തരത്തിലുള്ള മുഴുവൻ ക്രമീകരണങ്ങളും വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ ഒരുക്കിയതായി ജില്ലാ കളക്ടർ. ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായി 2018 അനുവദിച്ച 40 ഏക്കർ സ്ഥലത്തിന് പുറമെ 50 ഏക്കർ കൂടി അനുവദിച്ച സർക്കാർ ഉത്തരവ്. നടപടി ലാൻഡ് റവന്യൂ കമ്മീഷണർ മുഖേന ജില്ലാ കളക്ടർ സർക്കാരിന് നൽകിയ പ്രൊപ്പോസലിനെ തുടർന്ന്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായുള്ള വോട്ടർ പട്ടിക പുതുക്കൽ നടപടികൾ തുടങ്ങി. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് നടത്തുന്ന തെരഞ്ഞെടുപ്പായതിനാൽ പരിഗണിക്കുക പ്രത്യേക വോട്ടർ പട്ടിക. ജൂൺ 6 കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. വിശദമായ വാർത്തകളിലേക്ക്. ഇടുക്കിയിൽ വെള്ളിയാഴ്ച പെയ്ത കനത്ത മഴയിൽ വ്യാപക നാശം. തൊടുപുഴ ഉൾപ്പെടുന്ന ലോറേഞ്ച് മേഖലയിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലുമുണ്ടായി. അതിതീവ്ര മഴയ്ക്ക് കാരണം ലഘുമേഘ വിസ്ഫോടനമെന്ന് സംശയിക്കുന്നതായി കാലാവസ്ഥാ വിദഗ്ധർ പറഞ്ഞു. കാലവർഷ ആരംഭത്തിൽ തന്നെ ഇടുക്കി ജില്ലയിൽ പെയ്ത മഴയിൽ ഉണ്ടായത് വ്യാപക നാശനഷ്ടമാണ്. ജില്ലയുടെ ലോറേഞ്ച് മേഖലയിൽ ഉൾപ്പെടെ പലയിടത്തും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലുമുണ്ടായി. മഴയ്ക്കൊപ്പം ശക്തമായ ഇടിമിന്നലുമുണ്ടായി. തൊടുപുഴ പുളിയന്മല സംസ്ഥാന പാതയിൽ കരിപ്പലങ്ങാടിന് സമീപം പലയിടത്തും മണ്ണിടിഞ്ഞു. 5ലധികം വാഹനങ്ങളുടെ പുറത്തേക്കാണ് മണ്ണിടിഞ്ഞു വീണത്. ഇതിൽ 2 വാഹനങ്ങൾക്ക് സാരമായ കേടുപാടുകൾ ഉണ്ടായി. തലനാരിഴയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. 2 ഘട്ടമായിട്ടാണ് ഇവിടെ ഇടിഞ്ഞത്. അതായത് ആദ്യം ഇടിഞ്ഞ് കുറച്ച് വന്നു. അതിന് ആളുകൾ അപ്പോൾ താഴേന്ന് കയറി വന്ന ആളുകൾ, ഇത് പുളിമലയ്ക്ക് ആ റോഡാണല്ലോ, അപ്പോൾ അങ്ങോട്ട് കയറി വന്ന ആളുകൾ, പിന്നെ മുകളിൽ നിന്ന് താഴേക്ക് റോഡോടെ പോകുന്ന ആളുകൾ അപ്പോൾ ഇവിടെ വന്ന് ചേർന്ന് കിടന്നുവെച്ചിട്ടാണ് ഈ മണ്ണ് മാറ്റാനുള്ള ശ്രമം നടത്തിയത്. ആ സമയത്ത് തന്നെ 2ാം ഘട്ടം ഇടിഞ്ഞു. അന്നേരത്തേക്കുമാണ് കുറേ വണ്ടികളുടെ മുകളിലേക്ക് ഈ മണ്ണും ഇതെല്ലാം കൂടെ വന്ന് 2-3 വണ്ടി താഴെ കിടപ്പുണ്ട്. അതിന് ഒരു വണ്ടിയാണ് ഇത്. കരിപ്പലങ്ങാട് ഭാഗത്ത് വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണെങ്കിലും വീടിനുള്ളിൽ ഉണ്ടായിരുന്ന യുവതി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പൂച്ചപ്പറ ഭാഗത്തും ഉരുൾപൊട്ടലുണ്ടായി. ഹെക്ടർ കണക്കിന് കൃഷിഭൂമിയാണ് ഇവിടെ ഒലിച്ചുപോയതെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇവിടെ നിന്ന് അതിനൊരിതെല്ലാം ഇടിഞ്ഞ് താഴത്തേക്ക് വീണു. പിന്നെ താഴെ ഒരു വീടിൻ്റെ ഒരു പകുതി ഭാഗം പോയിട്ടുണ്ട്. നമ്മുടെ പാടത്തിൽ രാജപ്പൻ്റെ വീടിൻ്റെ പകുതി ഭാഗം പോയിട്ടുണ്ട്. അത് മണ്ണിടിഞ്ഞ് വീണതായില്ലേ. ഒരാൾക്കൊരു പരിക്ക് പറ്റിയിട്ടുണ്ട്. അവിടുത്തെ ഒരു കുട്ടിക്ക് ഇത് കട്ടയൊക്കെ വീഴൊക്കെ ഉണ്ടായിട്ടുണ്ട്. മൂലമറ്റം താഴ്വാരം കോളനി ഭാഗത്ത് ശക്തമായ വെള്ളപ്പാച്ചിലുണ്ടായി. പലയിടത്തും മരങ്ങൾ കടപുഴകി വീണും വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണും ഗതാഗതവും വൈദ്യുതിയും താറുമാറായി. മണ്ണിടിച്ചിലിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം അടച്ച തൊടുപുഴ പുളിയന്മല സംസ്ഥാന പാത ഭാഗികമായി തുറന്നു നൽകി. മലങ്കര അണക്കെട്ടിന്റെ 5 ഷട്ടറുകൾ ഉയർത്തി ജലം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. അതിനാൽ തൊടുപുഴ, മൂവാറ്റുപുഴ ആറുകളുടെ ഇരുകരകളിലുമുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. മഴ കനത്ത സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ ഷീബ ജോർജ്. ജില്ലാ ഭരണകൂടവും ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്ന മുന്നറിയിപ്പുകൾ അവഗണിക്കരുത്. രാത്രികാലങ്ങളിൽ മലയോര ഭാഗങ്ങളിലൂടെയുള്ള യാത്ര ഒഴിവാക്കണം. തോടുകളിലും അരുവികളിലും ഇറങ്ങരുത്. ദുരന്ത നിവാരണ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ ജില്ല സജ്ജമാണ്. ജാഗ്രതാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും കളക്ടർ പറഞ്ഞു. ഈ വർഷം മൺസൂൺ ആരംഭിച്ചതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ജില്ലയിലും മഴ ശക്തമായി കൊണ്ടിരിക്കുകയാണ്. ഈ ദിവസങ്ങളിലെല്ലാം എല്ലാ ദിവസവും മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. മഴയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മഴയുടെ ഭാഗമായിട്ടുള്ള ശക്തമായ കാറ്റ്, മണ്ണിടിച്ചിൽ തുടങ്ങിയ കാര്യങ്ങൾ, ഉരുൾപൊട്ടൽ തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പൊതുജനങ്ങളും ജില്ലയിൽ യാത്ര ചെയ്യുന്ന എല്ലാവരും കർശനമായ നിർദ്ദേശങ്ങൾ, കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ, അതുപോലെ ജില്ലാ ഭരണകൂടം നൽകുന്ന മുന്നറിയിപ്പുകൾ, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന മുന്നറിയിപ്പുകൾ, ഇതൊക്കെ കർശനമായിട്ട് പാലിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. രാത്രിയിൽ ഉള്ള യാത്ര പരമാവധി കുറയ്ക്കുകയും മലയോര റോഡുകളിലൂടെയുള്ള യാത്ര പൂർണ്ണമായും ഒഴിവാക്കുകയും ചെയ്യണം എന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്.
വലിയ മരങ്ങളും അതുപോലെ വെള്ളത്തിൻ്റെ കുത്തൊഴുക്കുമൊക്കെ ഈ രാത്രിയിലെ മഴയിലൂടെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ ജാഗ്രത പാലിക്കുക. ജില്ലാ ഭരണകൂടം എല്ലാ മുന്നൊരുക്കങ്ങളും ചെയ്തിട്ടുണ്ട്. ക്യാമ്പുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അതിനാവശ്യമായ ബിൽഡിങ്ങുകളും കെട്ടിടങ്ങളും ഒക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. എല്ലാ വില്ലേജുകളും അതുപോലെ താലൂക്കുകളിലും കൺട്രോൾ റൂമുകൾ ആരംഭിച്ചിട്ടുള്ളതാണ്. പഞ്ചായത്തുകളിൽ കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുള്ളതാണ്. എല്ലാ ദുരന്ത പ്രതികരണ അല്ലെങ്കിൽ ദുരന്തം ഇല്ലാതാക്കാനുള്ള പ്രവർത്തനങ്ങളും മുന്നൊരുക്കങ്ങളും ഒക്കെ ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ട്. പൊതുജനങ്ങൾ എല്ലാ ജാഗ്രതയും കർശനമായി പാലിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ എത്തുന്നവരും അവരുടെ നിർദ്ദേശങ്ങൾ കർശനമായിട്ട് പാലിക്കണം. ലോക്സഭാ തിരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥയും ജില്ലാ കളക്ടറുമായ ഷീബ ജോർജ്. പൈനാവ് ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലാണ് ജില്ലയിലെ വോട്ടെണ്ണൽ നടക്കുക. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ച തരത്തിലുള്ള മുഴുവൻ ക്രമീകരണങ്ങളും വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ ഒരുക്കിയതായി ജില്ലാ കളക്ടർ പറഞ്ഞു. ജൂൺ 4-ാം തീയതി രാവിലെ 7:30 സ്ട്രോങ് റൂം തുറക്കും. 8 മണിക്ക് തപാൽ ബാലറ്റുകൾ എണ്ണും. 18 ടേബിളുകളിലാണ് തപാൽ വോട്ടുകൾ എണ്ണുക. തുടർന്ന് വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടുകൾ എണ്ണി തുടങ്ങും. നിയമസഭാ മണ്ഡല അടിസ്ഥാനത്തിൽ 7 ഹാളുകളിലായി ഒരു ഹാളിൽ 14 ടേബിളുകൾ എന്ന തോതിൽ 98 ടേബിളുകളിലാണ് വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടെണ്ണൽ നടക്കുക. വോട്ടെണ്ണൽ കേന്ദ്രത്തിലെ ബാരിക്കേഡ് നിർമ്മാണം, പശ്ചാത്തല വിനിമയ സംവിധാനങ്ങൾ ഒരുക്കൽ തുടങ്ങിയവ പൂർത്തിയായി. കൗണ്ടിംഗ് സൂപ്പർവൈസർമാരുടെയും അനുബന്ധ ജീവനക്കാരുടെയും നിയമനവും പരിശീലനവും പൂർത്തിയായതായും ജില്ലാ കളക്ടർ പറഞ്ഞു. ജൂൺ 4 നടക്കുന്ന വോട്ടെണ്ണൽ പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുള്ളതാണ്. പൈനാവ് EMRSൽ വെച്ചിട്ട് 7 കോൺസ്റ്റിറ്റ്യുവൻസികളുടെയും വോട്ടെണ്ണൽ നടക്കുക. രാവിലെ 7:30 സ്ട്രോങ് റൂമുകൾ തുറക്കുന്നതോടൊപ്പം 8 മണിക്ക് പോസ്റ്റൽ ബാലറ്റുകളുടെ വോട്ടെണ്ണൽ ആരംഭിക്കുകയും അതിനുശേഷം EVM കൗണ്ടിങ്ങും ആരംഭിക്കുന്നതാണ്. ഇതിനു വേണ്ടിയിട്ടുള്ള വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുടെ സജ്ജീകരണങ്ങൾ, ബാരിക്കേഡിംഗ്, IT ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ കൗണ്ടിങ്ങിനുള്ള സൂപ്പർവൈസർമാരും അതുപോലെ കൗണ്ടിങ് സ്റ്റാഫുകളുടെയും നിയമനം പൂർത്തിയായി. അവരുടെ ട്രെയിനിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. അന്നേ ദിവസം രാവിലെ തന്നെ 6 മണിയോടെ എല്ലാ ഉദ്യോഗസ്ഥരും കൗണ്ടിങ് സെൻറ്ററിൽ എത്തുന്നതോടെ അതിൻ്റെ നടപടികൾ ആരംഭിക്കും. പോലീസ് അതിൻ്റെ സെക്യൂരിറ്റി കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 3 ടയർ സെക്യൂരിറ്റി സിസ്റ്റമാണ് ഉണ്ടായിരിക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. മാത്രമല്ല നമ്മൾ ഈ ഒരു ഗ്രൗണ്ടും പാർക്കിംഗ് ഗ്രൗണ്ടും ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് കംപ്ലീറ്റ് സെക്യൂരിറ്റി സിസ്റ്റത്തിലേക്ക് പോകുന്നത്. മീഡിയ പേഴ്സൺസിന് വേണ്ടിയുള്ള പ്രത്യേക മീഡിയ സെൻറ്ററുകൾ, പബ്ലിക് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള കേന്ദ്രങ്ങൾ, അതുപോലെ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള കേന്ദ്രങ്ങൾ ഇതെല്ലാം ഈ കൗണ്ടിംഗ് സെൻറ്ററിനുള്ളിൽ സജ്ജീകരിച്ചിട്ടുള്ളതാണ്. അതോടൊപ്പം മറ്റ് ആളുകൾക്ക് ഏജൻസിനെ കാണാനുള്ള അല്ലെങ്കിൽ ഏജൻസിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക സൗകര്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ടായിരിക്കും. എല്ലാ കൗണ്ടിംഗ് സെൻറ്ററുകളിലും രാവിലെ തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. കൗണ്ടിങ്ങിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതാണ്. ഇതിനെ IT ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ക്രമീകരണങ്ങളും ഈ സെൻറ്ററിൽ തന്നെ ആക്കിയിട്ടുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങൾ, മീഡിയ സെന്റർ, പൊതുവായും ഔദ്യോഗിക തലത്തിലുമുള്ള ആശയവിനിമയ കേന്ദ്രങ്ങൾ, ഏജന്റുമാർക്കുള്ള സൗകര്യങ്ങൾ എന്നിവ സജ്ജമായി കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച 2 ഒബ്സർവർമാർ കൗണ്ടിംഗ് നടപടികൾ നിരീക്ഷിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ച തരത്തിലുള്ള മുഴുവൻ ക്രമീകരണങ്ങളും വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ ഒരുക്കിയതായും ജില്ലാ കളക്ടർ പറഞ്ഞു. ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായി 2018 അനുവദിച്ച 40 ഏക്കർ സ്ഥലത്തിന് പുറമെ 50 ഏക്കർ കൂടി അനുവദിച്ച് സർക്കാർ ഉത്തരവിറക്കി. ലാൻഡ് റവന്യൂ കമ്മീഷണർ മുഖേന ജില്ലാ കളക്ടർ സർക്കാരിന് നൽകിയ പ്രപ്പോസലിനെ തുടർന്നാണ് നടപടി. ഇടുക്കി താലൂക്കിൽ ഇടുക്കി വില്ലേജിൽ സർവേ നമ്പർ 161/1 ഉൾപ്പെടുന്ന ഭൂമിയുടെ ഉപയോഗവും കൈവശാനുഭവവുമാണ് ഭൂമി കൈമാറ്റ വ്യവസ്ഥ പ്രകാരം ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന് കൈമാറിയിട്ടുള്ളത്. നിബന്ധനകൾക്ക് വിധേയമായിട്ടാണ് ഭൂമി കൈമാറിയിട്ടുള്ളത്. അനുവദിച്ച ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഏതെങ്കിലും ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയപ്പെടുത്തുവാനോ അന്യാധീനപ്പെടുത്തുവാനോ പാടില്ല. പാട്ടം, ഉപപാട്ടം, തറവാടകയ്ക്ക് നൽകുക എന്നിവയും പാടില്ല. എല്ലാ തരത്തിലുമുള്ള കയ്യേറ്റങ്ങളിൽ നിന്നും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഭൂമിയെ സംരക്ഷിക്കണം. കൂടാതെ ഭൂമിയിലെ മരങ്ങൾ മുറിക്കാൻ പാടില്ലെന്നും അഥവാ മുറിക്കേണ്ടി വന്നാൽ റവന്യൂ അധികാരികളുടെ മുൻകൂർ അനുമതി വാങ്ങിയ ശേഷമേ മുറിക്കാൻ പാടുള്ളൂവെന്നും നിബന്ധനയുണ്ട്. മാത്രമല്ല, മുറിക്കുന്ന മരങ്ങളുടെ 3 ഇരട്ടി വൃക്ഷത്തൈകൾ നട്ടുവളർത്തി പരിപാലിക്കണം. ഭൂമി അനുവദിച്ച തീയതി മുതൽ 1 വർഷത്തിനകം നിർദ്ദിഷ്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും വേണം. നിബന്ധനകളിൽ ഏതെങ്കിലും ഒന്ന് ലംഘിക്കപ്പെടുന്ന പക്ഷം ഭൂമി സർക്കാർ തിരികെ ഏറ്റെടുക്കും.
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായുള്ള വോട്ടർ പട്ടിക പുതുക്കൽ നടപടികൾ തുടങ്ങി. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് നടത്തുന്ന തെരഞ്ഞെടുപ്പായതിനാൽ പ്രത്യേകം വോട്ടർ പട്ടികയാണ് തെരഞ്ഞെടുപ്പിൽ പരിഗണിക്കുക. ജൂൺ 6-ന് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. ജൂൺ 6-ന് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. 2024 ജനുവരി 1-ന് 18 വയസ്സ് പൂർത്തിയായ മുഴുവൻ പേരും വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അവകാശവാദ അപേക്ഷകളും ആക്ഷേപങ്ങളും ജൂൺ 6 മുതൽ 21 വരെ സ്വീകരിക്കണം. കരട് പട്ടികയിൽ ഉൾപ്പെട്ട മരണപ്പെട്ടവർ, താമസം മാറിയവർ, ഇരട്ടിപ്പുള്ളവർ എന്നിവരുടെ പേര് വിവരങ്ങൾ EROമാർ പ്രത്യേക പട്ടികയാക്കി ജൂൺ 10-നുള്ളിൽ നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധപ്പെടുത്തണം. 7 ദിവസത്തിനകം ആക്ഷേപങ്ങൾ ലഭിക്കാത്ത പക്ഷം സ്വമേധയാ അവരുടെ പേര് പട്ടികയിൽ നിന്ന് ഒഴിവാക്കണം. ഓരോ ദിവസവും ലഭിക്കുന്ന അപേക്ഷകളും ആക്ഷേപങ്ങളും ഓഫീസിലെ നോട്ടീസ് ബോർഡിൽ EROമാർ പ്രദർശിപ്പിക്കണം. ജൂൺ 29-നകം തുടർ നടപടികൾ പൂർത്തീകരിക്കണം. ജൂലൈ 1-ന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടികയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടർ പട്ടികയും രണ്ടാണെന്ന കാര്യം രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പൊതുജനങ്ങളും തിരിച്ചറിയണമെന്ന് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർ അഥവാ EROമാർക്കുള്ള പരിശീലന പരിപാടിയിൽ അധ്യക്ഷത വഹിച്ച ജില്ലാ കളക്ടർ ഷീബ ജോർജ് പറഞ്ഞു. നമ്മുടെ ഈ ഒരു ഡിലിമിറ്റേഷനും വാർഡ് വിഭജനം ഒക്കെ ഉള്ളതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം ഈ ഒരു പരിപാടി അല്ലെങ്കിൽ ഈ ഒരു റെസ്പോൺസിബിലിറ്റി നിർവഹിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. നല്ല ഒരു സംക്ഷിപ്തമായ വോട്ടർ പട്ടിക നമുക്കുണ്ടായിരിക്കണം. എല്ലാ പൗരന്മാരും അതായത് 18 വയസ്സ് പൂർത്തിയായ എല്ലാവരും ഈ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുന്നു എന്ന് ഉറപ്പാക്കുകയും ചെയ്യണം. നല്ല രീതിയിലുള്ള ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഈ വോട്ടർ പട്ടികയുടെ ആവശ്യകത നമുക്കെല്ലാം അറിയാം. കരട് വോട്ടർ പട്ടികയുടെയും അന്തിമ വോട്ടർ പട്ടികയുടെയും 2 പകർപ്പുകൾ വീതം ദേശീയ പാർട്ടികൾക്കും അംഗീകൃത കേരള സംസ്ഥാന പാർട്ടികൾക്കും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാനത്ത് പ്രത്യേക ചിഹ്നം അനുവദിച്ച മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും സൗജന്യമായി നൽകും. പരിശീലന പരിപാടിയിൽ തെരഞ്ഞെടുപ്പ് വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ ഡോക്ടർ JO അരുൺ, LSGD ജോയിന്റ് ഡയറക്ടറുടെ ചുമതല വഹിക്കുന്ന ജോസഫ് സെബാസ്റ്റ്യൻ, മറ്റു ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കിന്റെ മേലേച്ചിന്നാർ ശാഖയ്ക്ക് മുൻപിൽ UDF പ്രവർത്തകർ ധർണ നടത്തി. നിക്ഷേപകരുടെ തുക തിരിച്ചു നൽകാതിരിക്കുന്നതുൾപ്പെടെ ബാങ്കിൽ നടക്കുന്ന ക്രമക്കേടുകളെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടാണ് UDF വാത്തിക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചത്. DCC വൈസ് പ്രസിഡന്റ് മുകേഷ് മോഹൻ സമരം ഉദ്ഘാടനം ചെയ്തു. തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കിൽ പണം നിക്ഷേപിച്ചവർക്ക് നിക്ഷേപ തുക തിരിച്ചു നൽകാത്ത വിഷയവും ബിനാമി വായ്പകൾ വഴി ഭരണസമിതിയും ഇടതുപക്ഷ നേതൃത്വവും പണം തട്ടിയെടുത്തതിനെ സംബന്ധിച്ചുള്ള ഉന്നതതല അന്വേഷണവും ആവശ്യപ്പെട്ടാണ് UDF വാത്തിക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ബാങ്കിന്റെ മേലേച്ചിനാർ ശാഖയ്ക്ക് മുൻപിൽ നടത്തിയ ധർണ ഇടുക്കി DCC വൈസ് പ്രസിഡന്റ് മുകേഷ് മോഹൻ ഉദ്ഘാടനം ചെയ്തു. ഞാൻ പറയട്ടെ, 17ഓളം ബാങ്കുകൾ ഈ ജില്ലയിൽ CPMന്റെ കയ്യിലിരിക്കുന്ന 17 ബാങ്കുകൾ നഷ്ടത്തിലേക്ക് പോയി. ഈ ബാങ്കുകളൊക്കെ മുമ്പ് UDFന്റെ കൈവശം ഇരുന്ന ബാങ്കുകളാണ്. എങ്ങനെയാണ് LDFന്റെ കയ്യിൽ വരുമ്പോൾ ഇതൊക്കെ നഷ്ടത്തിലാവുന്നത്? ഈ ധൂർത്തും ഈ കൊള്ളയുമാണ്. വ്യാജ ലോണുകൾ കൊടുത്തിട്ടുണ്ട്. ആർക്കും ഒരു ഉത്തരവാദിത്വമില്ലാതെ വ്യാജ ലോണുകൾ കൊടുക്കുന്നു. വ്യാജ ആളുകളുടെ പേരിൽ വ്യാജ രേഖകൾ ഉണ്ടാക്കി ഈ നാട്ടിലുള്ള ആളുകൾ ഇപ്പൊ ഈ ബദലിലെ ഈ കച്ചവടക്കാർ അവരൊക്കെ ഡെയിലി കളക്ഷനായി നിക്ഷേപിച്ചിട്ടുള്ള പണം ആർക്കെങ്കിലും ഇന്ന് ഇവിടെ വന്നാൽ തിരിച്ചു കൊടുക്കാൻ കഴിയുമോ? എവിടെ പോയി ഈ പണമൊക്കെ? ഈ കടക്കാരൊക്കെ നിക്ഷേപിച്ചത് ഇന്ത്യ ഗവൺമെന്റ് ഇറക്കിയ പണമല്ലേ? റിസർവ് ബാങ്ക് ഈ നാട്ടിൽ ആവശ്യത്തിന് ഉപകരിക്കാൻ വേണ്ടി ഇറക്കിയിട്ടുള്ള നോട്ടുകൾ തന്നെയല്ലേ ഈ സഹകരണ ബാങ്കിന്റെ ശാഖയിൽ കൊണ്ട് നിക്ഷേപിച്ചിട്ടുള്ളത്? കള്ളപ്പണമൊന്നും നിക്ഷേപിച്ചിട്ടില്ലല്ലോ. ഈ ബാങ്കിന്റെ നേതാവ്, ഈ ബാങ്കിന്റെ പ്രസിഡന്റായിട്ട് ഇരിക്കുന്നവരോട് ഇത് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. അദ്ദേഹത്തെ സ്വന്തം ആവശ്യത്തിന് പണമടിച്ചിറക്കുന്ന ആളാണല്ലോ. സ്വന്തം ആവശ്യത്തിന് പണമടിച്ചിറക്കുന്ന ആളെ പ്രസിഡന്റായിട്ടിരിക്കുന്ന ബാങ്കാണല്ലോ ഇത്. ആ പ്രസിഡന്റ് ഉപയോഗിക്കുന്ന പോലുള്ള പണം നാട്ടിൽ ആർക്കെങ്കിലും മാന്യന്മാർക്ക് ഉപയോഗിക്കാൻ കഴിയുമോ? ആർക്കെങ്കിലും കഴിയുമോ? നമുക്ക് ആർക്കെങ്കിലും കമ്മട്ടം ഉണ്ടോ? കമ്മട്ടമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വീട്ടിലിരുന്ന് ആവശ്യത്തിന് പണമടിച്ച് ഈ നാട്ടിൽ വ്യാപാരവും വ്യവസായവും ഒക്കെ നടത്തുന്ന ആള് ഭരിക്കുന്ന ബാങ്കിലാണ് നാട്ടുകാരുടെ പണം കൂടി എടുത്ത് ഈ മാതിരി തൂത്ത് കാണിക്കുന്നു. കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം പ്രസിഡന്റ് സാജു കാരക്കുന്നേൽ അധ്യക്ഷനായിരുന്നു. കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നോബിൾ ജോസഫ്, CMB സംസ്ഥാന കമ്മിറ്റി അംഗം അനീഷ് ചേനക്കര, DCC സെക്രട്ടറിമാരായ ജെയ്സൺ K. ആന്റണി, അഡ്വക്കേറ്റ് KB. സെൽവം, മറ്റു നേതാക്കളായ ഷൈനി സജി, അഡ്വക്കേറ്റ് എബി തോമസ്, VA ഉലഹന്നാൻ, തങ്കച്ചൻ കാരക്കാവയലിൽ, ടോമി തെങ്ങുംപള്ളിൽ, ജോസ്മി ജോർജ്, അഡ്വക്കേറ്റ് KK മനോജ്, വിജയകുമാർ മറ്റക്കര, സെബാസ്റ്റ്യൻ മ്ലാക്കുഴി, ബിജുമോൻ തോമസ്, വിനോദ് ജോസഫ്, അഭിലാഷ് തുടങ്ങി നിരവധി ആളുകൾ സംസാരിച്ചു. കർഷക കോൺഗ്രസ് കാഞ്ചിയാർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൃഷിഭവന് മുന്നിൽ കൂട്ടധർണ സംഘടിപ്പിച്ചു.
ഇടുക്കിയെ വരൾച്ചാ ബാധിത ജില്ലയായി പ്രഖ്യാപിക്കുക, കർഷകർക്ക് ധനസഹായം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചു നടത്തിയ ധർണ കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മുത്തനാട്ട് ഉദ്ഘാടനം ചെയ്തു. സമരം സിന്ദാബാദ്, കർഷക സമരം സിന്ദാബാദ്, കർഷക കോൺഗ്രസ് സിന്ദാബാദ്. അങ്ങനെ ഉയരട്ടെ, ഉയരട്ടെ, അങ്ങനെ ഉയരട്ടെ, ഉയരട്ടെ, അങ്ങനെ ഉയരട്ടെ. പ്രതിഷേധത്തിൻ കർഷക ശബ്ദം, പ്രതിഷേധത്തിൻ കർഷക ശബ്ദം, പ്രതിഷേധത്തിൻ കർഷക ശബ്ദം, പ്രതിഷേധത്തിൻ കർഷക ശബ്ദം. സിന്ദാബാദ്, 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 സിന്ദാബാദ്. വരൾച്ച മൂലം ദുരിതമനുഭവിക്കുന്ന കർഷകർക്ക് അടിയന്തര സഹായം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് കർഷക കോൺഗ്രസ് കാഞ്ചിയാർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലബ്ബക്കട കൃഷിഭവന് മുമ്പിൽ ധർണ സംഘടിപ്പിച്ചത്. കടുത്ത വേനലിൽ ജില്ലയിലെ കാർഷിക മേഖലയ്ക്ക് ഉണ്ടായേക്കാവുന്ന ഏറ്റവും വലിയ നാശനഷ്ടമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും വിഷയത്തിൽ യാതൊരുവിധ ഇടപെടലും ഇതുവരെ ഉണ്ടായിട്ടില്ല. പ്രഹസനമെന്നോണം കൃഷിവകുപ്പ് മന്ത്രിയും ജലവിഭവ വകുപ്പ് മന്ത്രിയും ജില്ലയിൽ സന്ദർശനം നടത്തിയതല്ലാതെ കർഷകർക്കുണ്ടായ പ്രതിസന്ധിക്ക് പരിഹാരം ഉണ്ടായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് പ്രതിഷേധം ശക്തമാകുന്നത്. കാഞ്ചിയാർ ലബ്ബക്കട കൃഷിവകുപ്പ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മുത്തനാട്ട് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമുക്കുണ്ടായ അതിരൂക്ഷമായ വരൾച്ച നമ്മുടെ കൃഷിയിൽ, ഏലം കൃഷിയിൽ 70%-ത്തിലധികമായി കൃഷികൾ നശിച്ചുപോയി. അതോടൊപ്പം വാഴയും കുരുമുളകും കൊക്കോയും കാപ്പിയും അടക്കം ഈ ഇടുക്കി ജില്ലയിലെ പ്രധാനപ്പെട്ട കൃഷി വിളകളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ രണ്ട് ഗവൺമെൻറ്റുകൾ, സംസ്ഥാന ഗവൺമെൻറ്റുകളും കേന്ദ്ര ഗവൺമെൻറ്റും നിർജീവമായിരിക്കുന്ന ഈ സ്ഥിതിയിൽ അതിനെ തരണം ചെയ്യുന്നതിന് വേണ്ടി അതിധീരമായ സമരവുമായി കർഷക കോൺഗ്രസ് നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. ദുരിതമനുഭവിക്കുന്ന മുഴുവൻ കർഷകർക്കും സഹായം നൽകണമെന്നും പട്ടയമില്ലാത്ത കർഷകർക്ക് ആനുകൂല്യം ലഭിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. മണ്ഡലം പ്രസിഡന്റ് സാബു കോട്ടപ്പുറം, ജോർജ് ജോസഫ് പടവൻ, ജോസ് ആനക്കല്ലിൽ, PJ ബാബു, മേരിദാസൻ, അനീഷ് മണ്ണൂർ, ജോമോൻ തെക്കേൽ, റോയി എവറസ്റ്റ്, ലിനു ജോസ്, ചാക്കോ മുളയ്ക്കൽ, തോമസ് ചട്ടിയിൽ, ഗോപി ചുക്കനാനി, അലൻ പുലിക്കുന്നേൽ, ബിജു വർഗീസ്, റിജോ കുഴിപ്പള്ളി, ജെയിംസ് മ്ലാക്കുഴി തുടങ്ങിയവർ സംസാരിച്ചു. ഇടമലക്കുടിയിൽ നിന്നും ഹൃദ്രോഗിയെ ആശുപത്രിയിൽ എത്തിക്കാനായി നാട്ടുകാർ രോഗിയെ ചുമന്നുകൊണ്ട് നടന്നത് 10 കിലോമീറ്റർ. 64 വയസ്സുകാരിയായ ചിലമ്പായിയെയാണ് 10 കിലോമീറ്റർ ചുമന്ന് വാഹനമെത്തുന്ന മേഖലയായ കേപ്പക്കാട് എത്തിച്ചത്. ഇവിടെ നിന്നും 5 കിലോമീറ്റർ ജീപ്പിൽ യാത്ര ചെയ്ത പെട്ടിമുടിയിൽ എത്തിച്ച ശേഷം ആംബുലൻസിൽ രോഗിയെ ആശുപത്രിയിലെത്തിച്ചു. ഇടമലക്കുടിയിലെ പരപ്പയാർക്കുടിയിൽ 10ഓളം പേർക്ക് കഴിഞ്ഞ ദിവസം പനി ബാധിച്ചിരുന്നു. ഇവരെ ചുമന്നുകൊണ്ട് ആശുപത്രിയിൽ എത്തിച്ച ചികിത്സ നൽകാനായിരുന്നു തീരുമാനം. എങ്കിലും പ്രാഥമിക ചികിത്സ തുടങ്ങിയതോടെ പനിക്ക് ശമനമുണ്ടായി. ഇതിനിടെ പരിശോധനയിൽ ചിലമ്പായിക്ക് ഹൃദയ സംബന്ധമായ അസുഖം കണ്ടെത്തുകയായിരുന്നു. ഇതോടെയാണ് ഇവരെ ചുമന്ന് പുറം ലോകത്തെത്തിക്കാൻ തീരുമാനിച്ചത്. മരക്കൊമ്പിൽ തുണി കെട്ടി അതിൽ കിടത്തിയാണ് ചിലമ്പായിയെ ചുമന്നത്. സ്ത്രീകൾ ഉൾപ്പെടെ 25ഓളം കുടിക്കാരാണ് രോഗിയെ ചുമന്നത്. മഴ കുറവായിരുന്നതും പരപ്പയാറിൽ വലിയ നീരൊഴുക്ക് ഇല്ലാതിരുന്നതും അനുഗ്രഹമായി. കേപ്പക്കാട്ടിൽ എത്തിച്ച് ഇവിടെ നിന്ന് ജീപ്പ് മാർഗം പെട്ടിമുടിയിലും തുടർന്ന് ആംബുലൻസിൽ ചിത്തിരപുരം ആശുപത്രിയിലും എത്തിച്ചു. ഗുരുതരാവസ്ഥയായതിനാൽ രോഗിയെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മൂന്നാറിൽ വഴിയോര വിൽപ്പനശാലകളിൽ നടന്ന മോഷണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. എന്നാൽ ഇയാളുടെ യഥാർത്ഥ മേൽവിലാസം എന്തെന്ന് സ്ഥിരീകരിക്കുന്ന കാര്യത്തിൽ പോലീസ് കുഴങ്ങുകയാണ്. പേരടക്കം മൊഴി നൽകിയതിലെ വൈരുദ്ധ്യവും തിരിച്ചറിയൽ രേഖകൾ ലഭിക്കാത്തതുമാണ് പോലീസിന് തലവേദനയായിട്ടുള്ളതെന്നാണ് വിവരം. മോഷ്ടിച്ച ഇയാൾ വിൽപ്പന നടത്തിയ ചില സാധനങ്ങൾ അടിമാലി മേഖലയിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. മൂന്നാർ റോസ് ഗാർഡന് സമീപം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും വഴിയോര വിൽപ്പനശാലകളിൽ മോഷണം നടന്നിരുന്നു. മോഷ്ടാവിന്റെ ദൃശ്യം CCTVയിൽ പതിയുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് വഴിയോര വിൽപ്പനശാലകളിൽ നടന്ന മോഷണവുമായി ബന്ധപ്പെട്ട് ഒരാളെ മൂന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കസ്റ്റഡിയിലെടുത്ത പ്രതിയെ പോലീസ് കോടതിയിൽ ഹാജരാക്കി. കോടതി ഇയാളെ റിമാൻഡ് ചെയ്തു. എന്നാൽ പ്രതിയുടെ യഥാർത്ഥ മേൽവിലാസം എന്തെന്ന് സ്ഥിരീകരിക്കുന്ന കാര്യത്തിൽ പോലീസ് കുഴങ്ങുകയാണ്. പേരടക്കം ഇയാൾ മൊഴി നൽകിയതിലെ വൈരുദ്ധ്യവും തിരിച്ചറിയൽ രേഖകൾ ഒന്നും ലഭ്യമല്ലാത്തതുമാണ് പോലീസിന് തലവേദനയായിട്ടുള്ളത്.
ഇക്കാര്യം സ്ഥിരീകരിക്കാൻ പോലീസ് ശ്രമം തുടരുന്നുണ്ട്. മോഷണം നടത്തിയ ചില സാധന സാമഗ്രികൾ ഇയാൾ രാജമലയ്ക്ക് സമീപം പൊന്തക്കാട്ടിൽ ഒളിപ്പിച്ചിരുന്നു. ഇത് പോലീസ് കണ്ടെടുത്തു. മോഷ്ടിച്ച് ഇയാൾ വിൽപ്പന നടത്തിയ ചില സാധനങ്ങൾ അടിമാലി മേഖലയിൽ നിന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇയാൾ ഉപയോഗിച്ചു വന്നിരുന്ന ബൈക്ക് തൃശൂരിൽ നിന്നും മോഷ്ടിച്ചതായുള്ള വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇയാൾ മറ്റിടങ്ങളിൽ കൂടുതൽ മോഷണം നടത്തിയിട്ടുള്ളതായി പോലീസ് സംശയിക്കുന്നു. ഇക്കാര്യങ്ങളിലടക്കം പോലീസിന് കൂടുതൽ വ്യക്തത ലഭിക്കേണ്ടിയിരിക്കുന്നു. വലിയ തോവാള മന്നാക്കുടിയിൽ നിന്ന് 16 ലിറ്റർ വിദേശ മദ്യം പിടികൂടി. സംഭവത്തിൽ വലിയ തോവാള തെക്കേക്കര റിജി ജോസഫിനെ വണ്ടൻമേട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ഡാൻസ് ഓഫ് ടീമും വണ്ടൻമേട് പോലീസും ചേർന്നാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. വിൽപ്പനയ്ക്കായി വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 16 ലിറ്റർ വിദേശ മദ്യവും 13,165 രൂപയും തൊണ്ടിമുതലായി ലഭിച്ചു. ഇയാളെ മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം നെടുങ്കണ്ടം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. വണ്ടൻമേട് SIമാരായ ABP മാത്യു, വിനോദ് സോപാനം, ASI ശിവകുമാർ, പ്രശാന്ത് മാത്യു, ജിഷ R തുടങ്ങിയവരാണ് ഡാൻസ് ഓഫ് ടീമിനൊപ്പം പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. കട്ടപ്പന നഗരത്തിൽ അനധികൃതമായി വഴിയോര കച്ചവടം നടത്തിയവർക്കെതിരെ നഗരസഭ ആരോഗ്യ വിഭാഗം നടപടി സ്വീകരിച്ചു. സെൻട്രൽ ജംഗ്ഷനിൽ വഴിയോരത്ത് പിക്കപ്പ് വാഹനത്തിൽ പഴവർഗ്ഗങ്ങൾ വിറ്റ സംഘത്തിനെതിരെയാണ് നടപടി സ്വീകരിച്ചത്. കട്ടപ്പന നഗരസഭയിൽ വഴിയോര കച്ചവടം നിരോധിച്ചതാണ്. മുൻപ് വഴിയോര കച്ചവടം വർദ്ധിച്ച സാഹചര്യത്തിൽ വ്യാപാരികളടക്കം പ്രതിഷേധവുമായി പലതവണ രംഗത്തെത്തിയിരുന്നു. എന്നാൽ വിഷയത്തിൽ പൂർണ്ണമായ പരിഹാരം കണ്ടെത്താനായില്ല. ഈ സാഹചര്യത്തിൽ വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് നിവേദനം നൽകി. കച്ചവടം പൂർണ്ണമായി നിരോധിച്ചുകൊണ്ട് നഗരസഭ നടപടി സ്വീകരിക്കുകയും ചെയ്തു. തുടർന്നാണ് കട്ടപ്പന സെൻട്രൽ ജംഗ്ഷനിൽ പിക്കപ്പ് വാഹനത്തിൽ പഴവർഗ്ഗങ്ങൾ വിറ്റ സംഘത്തിനെതിരെ നഗരസഭ ആരോഗ്യ വിഭാഗം നടപടി സ്വീകരിച്ചത്. മാതൃകാപരമായ നടപടിയാണ് നഗരസഭ സ്വീകരിച്ചതെന്ന് വ്യാപാരി വ്യവസായി സമിതി യൂണിറ്റ് പ്രസിഡന്റ് മജീഷ് ജേക്കബ് പറഞ്ഞു. കേരള വ്യാപാരി വ്യവസായി സമിതിയുടെ നിരന്തരമായിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ കട്ടപ്പന മുനിസിപ്പാലിറ്റി തെരുവോര കച്ചവടം പൂർണ്ണമായിട്ട് നിരോധിക്കുകയും അതിൻ്റെ അറിയിപ്പ് വ്യാപാരി വ്യവസായി സമിതിക്ക് തരികയും ചെയ്തു. അതിനുശേഷവും പല വ്യാപാരികളും പല സ്ഥലങ്ങളിലായി വന്ന് കട്ടപ്പനയുടെ വിവിധ ഭാഗങ്ങളിൽ കച്ചവടം ചെയ്യുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടുകയും കട്ടപ്പന സെൻട്രൽ ജംഗ്ഷനിൽ വ്യാപാരം നടത്തുന്ന സമയം അത് കട്ടപ്പന മുനിസിപ്പാലിറ്റിയെ വ്യാപാരി വ്യവസായി സമിതി അറിയിക്കുകയും ഉടൻ തന്നെ കട്ടപ്പന മുനിസിപ്പാലിറ്റി എന്ന ഉദ്യോഗസ്ഥരെത്തുകയും ആ വ്യാപാരം തടയുകയും അവർക്കെതിരെ നടപടികൾ ചെയ്യുകയും ചെയ്തു. ആ മുനിസിപ്പാലിറ്റിയുടെ ഈ നടപടിയോട് കേരള വ്യാപാരി വ്യവസായി സമിതി അങ്ങേയറ്റം നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ കട്ടപ്പനയിൽ തെരുവോര വ്യാപാരം നിരോധിച്ചുകൊണ്ടുള്ള സൈൻ ബോർഡുകൾ മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ അത് വെക്കുകയും ഇതൊരു പൊതു അറിയിപ്പായിട്ട് കൊടുക്കുകയും വേണമെന്ന് വ്യാപാരി വ്യവസായി സമിതി ആവശ്യപ്പെടുന്നു. അതുപോലെ കട്ടപ്പനയിലെ വ്യാപാരം നടത്തുന്ന ഒരു കടയുടെ മുമ്പിൽ ഒരു വാഹനം നിർത്തി സാധനം വാങ്ങിക്കുന്ന സമയത്ത് പോലും പെറ്റി അടിക്കുന്ന പോലീസിൻ്റെ നടപടിക്രമങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെയുള്ള തെരുവോര, അതായത് ഗതാഗതം വരെ തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള തെരുവോരങ്ങളിൽ വാഹനം പാർക്ക് ചെയ്ത് ഇങ്ങനെയുള്ള വ്യാപാരം നടത്തുമ്പോൾ അതിനെതിരെ ഒരു നടപടിയും പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ പോലീസ് ഈ കാര്യത്തിൽ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കണമെന്ന് വ്യാപാരി വ്യവസായി സമിതി അറിയിക്കുന്നു. ശക്തമായ പരിശോധനയാണ് നഗരത്തിൽ വഴിയോര കച്ചവടക്കാർക്കെതിരെ നടത്തുന്നത്. വഴിയോര കച്ചവടം വ്യാപിക്കുന്നത് വഴി നഗരത്തിലെ പല വ്യാപാരികൾക്കും വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാകുന്നത്. നഗരസഭയുടെ നടപടിക്കൊപ്പം ഗതാഗത തടസ്സമടക്കം ഉണ്ടാക്കി നടത്തുന്ന വഴിയോര കച്ചവടങ്ങൾക്കെതിരെ പോലീസ് വകുപ്പും നടപടി സ്വീകരിക്കണമെന്ന് വ്യാപാരി വ്യവസായി സമിതി അംഗങ്ങൾ ആവശ്യപ്പെട്ടു. ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പനയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നടപ്പിലാക്കുന്ന അറിവ് പകരാൻ ആശ്രയമാകാം പദ്ധതിയുടെ ഉദ്ഘാടനം ജൂൺ 3 നടക്കും. കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ നടക്കുന്ന പരിപാടി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന കഴിഞ്ഞ 9 വർഷമായി ഇടുക്കി ജില്ലയിലെ 25ലധികം സ്കൂളുകളിൽ നടപ്പിലാക്കി വരുന്ന ബൃഹത് പദ്ധതിയാണ് അറിവ് പകരാൻ ആശ്രയമാകാം. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ 2 ലക്ഷത്തോളം രൂപയുടെ ഉപകരണങ്ങൾ 25ഓളം സ്കൂളുകളിലെ അധ്യാപകരെയാണ് ഏൽപ്പിക്കുന്നത്. ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന പ്രസിഡന്റ് സിജോ എവറസ്റ്റ് അധ്യക്ഷത വഹിക്കും. രക്ഷാധികാരികളായ ഷാജി നെല്ലിപ്പറമ്പിൽ, KV വിശ്വനാഥൻ, ചാരിറ്റി വിഭാഗം ചെയർമാൻ ടോമി ആനിക്കാമുണ്ട, കൺവീനർ ജാക്സൺ സ്കറിയ തുടങ്ങിയവർ പങ്കെടുക്കും. ജാതിമത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി കട്ടപ്പനയിൽ രൂപപ്പെട്ട ഒരു സൗഹൃദ കൂട്ടായ്മയാണ് ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന. ഇന്നത് വിവിധ രാജ്യങ്ങളിലായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. കലാ, സാമൂഹ്യ, സാംസ്കാരിക, കാരുണ്യ, സന്നദ്ധ മേഖലകളിൽ വിവിധ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച സംഘടനയാണ് ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന. ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന കഴിഞ്ഞ 9 വർഷക്കാലമായിട്ട് ഇടുക്കി ജില്ലയിലെ ഹൈറേഞ്ച് മേഖലയിലെ 25ഓളം സ്കൂളുകളിൽ, പ്രധാനമായും ഗവൺമെന്റ് സ്കൂളുകളെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്, ഏറ്റവും നിർധരരായ അർഹതപ്പെട്ട കുട്ടികൾക്ക്, അത് ആ
വിദ്യാലയത്തിലെ അധ്യാപകരാണ് ഈ കുട്ടികളെ തിരഞ്ഞെടുക്കുന്നത്. അവർക്ക് വേണ്ടിയുള്ള നോട്ട് ബുക്കുകളും പഠനോപകരണങ്ങളും വിതരണം ചെയ്യുന്ന ഒരു പദ്ധതിയാണ് അറിവ് നേടാൻ ആശ്രയമാകാം എന്ന പദ്ധതി. ഏറ്റവും നിർധനരായ കുട്ടികൾക്ക് പഠന സഹായത്തിനായി ഒരുക്കുന്ന പദ്ധതിയിൽ അധ്യാപകരാണ് കുട്ടികളെ തിരഞ്ഞെടുക്കുന്നത്. ഹൊറൈസൺ മോട്ടോഴ്സ്, ആൻസൺ ചിറ്റ്സ് എന്നിവരുടെ സഹകരണത്തോടെ നടത്തുന്ന പദ്ധതിയിൽ എല്ലാ സ്കൂളുകളിലും മിൽമ കട്ടപ്പന ഡയറി നൽകുന്ന മധുര പലഹാരവും വിതരണം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ സിജോ എവറസ്റ്റ്, ഷാജി നെല്ലിപ്പറമ്പിൽ, KV വിശ്വനാഥൻ, സൈജോ ഫിലിപ്പ്, ബിജോയ് സ്വരലയ, പോൾ മാത്യു, ജിൻസ്മോൻ ജോർജ് എന്നിവർ പങ്കെടുത്തു. അയ്യപ്പൻകോവിൽ ആലടി MP പാലം പ്രളയത്തിൽ ഒലിച്ചുപോയിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും പുനർനിർമ്മിക്കാൻ നടപടിയില്ല. സ്കൂൾ തുറക്കാൻ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ കിലോമീറ്റർ അധികം സഞ്ചരിച്ചു വേണം കുട്ടികൾക്ക് വിവിധ സ്കൂളുകളിൽ എത്താൻ. 2004 ഫ്രാൻസിസ് ജോർജ് MP ആയിരുന്ന സമയത്താണ് 9 ലക്ഷത്തോളം രൂപ മുതൽ മുടക്കി ഇരുമ്പ് പാലം നിർമ്മിച്ചത്. എന്നാൽ 2018 മഹാപ്രളയത്തിൽ പാലം ഒലിച്ചുപോയി. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും പുതിയ പാലം നിർമ്മിക്കാൻ വേണ്ട യാതൊരുവിധ നടപടിയും അധികൃതർ സ്വീകരിച്ചിട്ടില്ല. ഇതോടെ ഇരുകരകളെ ആശ്രയിക്കുന്ന പ്രദേശവാസികൾ അക്കരെ ഇക്കരെ കടക്കുന്നത് ചങ്ങാടത്തിലൂടെയാണ്. ഒരു മുള കൊണ്ട് കെട്ടിയ ചങ്ങാടം ആണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും വർഷമായിട്ടും പല ഭാഗത്തുനിന്നും ആവശ്യങ്ങൾ നിരന്തരമുണ്ടായിട്ടും ബന്ധപ്പെട്ട അധികാരികൾ ഇവിടെ ഒരു പാലം നിർമ്മിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുന്നില്ല. ഇപ്പോൾ ജൂൺ 3-ാം തീയതി സ്കൂള്, കോളേജ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം തുറക്കാൻ പോവുകയാണ്. ഈ വിദ്യാലയങ്ങളിലേക്കൊക്കെ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് അപ്പോൾ മഴക്കാലം കൂടെ വരുന്നു, ശക്തമായ വെള്ളപ്പൊക്കമൊക്കെയാണ് എങ്കിൽ വരാൻ പോകുന്നതെങ്കിൽ അപകടകരമായ സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഏറെ സാഹസപ്പെട്ടാണ് പ്രദേശവാസികൾ ചങ്ങാടത്തിലൂടെ യാത്ര ചെയ്യുന്നത്. കാലവർഷം ആരംഭിച്ചതോടെ പെരിയാറ്റിലെ ജലനിരപ്പും ഉയരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് കൂടുതൽ ഭീതി സൃഷ്ടിക്കുകയും ചെയ്യുന്നു. സ്കൂൾ തുറക്കാൻ ഒരു ദിവസം കൂടി ബാക്കി നിൽക്കെ വിദ്യാർത്ഥികൾക്ക് സ്കൂളുകളിൽ എത്തണമെങ്കിൽ കിലോമീറ്ററുകൾ അധികം സഞ്ചരിക്കണം. കൂടാതെ ഏറെ സാഹസപ്പെട്ടാണ് വിദ്യാർത്ഥികൾ ചങ്ങാടത്തിലൂടെ യാത്ര ചെയ്ത മറുകര കടക്കുന്നതെന്നും പ്രദേശവാസികൾ പറയുന്നു. പാലം ഒരു പാലം കിടക്കുന്നു. ആ പാലം ഈ നമ്മുടെ മുല്ലപ്പെരിയാറിൻ്റെ ഇത് വന്നു കഴിഞ്ഞപ്പം ഒലിച്ചു പോയതാണ് ആ പാലം. അത് ഇന്ന് വരെ ഉണ്ടാക്കാനോ അത് ശ്രമിക്കാനോ ആരും തയ്യാറായിട്ടുമില്ല. ഇത് തന്നെ കുഞ്ഞു കുട്ടികൾ ഈ റോട്ടിൽ ഇതിനെ വലിച്ചു പോകുന്ന കാണുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ സങ്കടം തോന്നുന്നുണ്ട്. അതെന്തെങ്കിലും സർക്കാരിൽ നിന്നോ ജനങ്ങളിലോ ഒക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തെടുത്താൽ ഒരു അപകടം ഒഴിവാകും. 2018 പ്രളയത്തിൽ തകർന്ന അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ മറ്റു പാലങ്ങൾ പണി പൂർത്തീകരിച്ച് തുറന്നു കൊടുക്കുകയും MP പാലത്തിനോട് തികച്ചും അവഗണനയാണ് കാണിക്കുന്നതെന്നും ആരോപണമുണ്ട്. അയ്യപ്പൻകോവിൽ തൂക്കുപാലത്തെ പഴയ പാലം അപകടാവസ്ഥയിലായിട്ട് അറ്റകുറ്റപ്പണികൾ നടത്താനോ നവീകരിക്കാനോ ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ലെന്ന് പരാതി. കഴിഞ്ഞ കാലവർഷത്തിൽ പാലത്തിന്റെ പ്രവേശന ഭാഗത്തെ മണ്ണ് ഒലിച്ചു പോവുകയും നാട്ടുകാരുടെ നേതൃത്വത്തിൽ മക്കിട്ട് ഉറപ്പിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിൽ വീണ്ടും മണ്ണ് ഒലിച്ചു പോയതോടെ നാട്ടുകാരും ഭീതിയിലാണ്. അയ്യപ്പൻകോവിൽ കാഞ്ചിയാർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പഴയ പാലത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഇടുക്കി പദ്ധതി പ്രദേശത്തിന്റെ ഭാഗമായ ഈ പ്രദേശത്ത് വെള്ളം നിറയുമ്പോൾ 6 മാസത്തോളം വെള്ളത്തിനടിയിലാണ് പാലം. ഈ സാഹചര്യത്തിൽ കുടിയേറ്റ കാലം മുതലെയുള്ള പഴയ പാലം ബലക്ഷയം നേരിട്ടിട്ടും പാലം നവീകരിക്കാൻ ആവശ്യമായ നടപടികൾ അധികൃതർ സ്വീകരിക്കുന്നില്ലെന്നാണ് പരാതി. കഴിഞ്ഞ കാലവർഷത്തിൽ പാലത്തിന്റെ പ്രവേശന ഭാഗത്തെ മണ്ണ് ഇടിഞ്ഞു പോവുകയും വാഹനം കടന്നുപോകാൻ സാധിക്കാത്ത വിധം അപകടാവസ്ഥയിലാവുകയും ചെയ്തിരുന്നു. തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ കല്ലും മണ്ണും ഉപയോഗിച്ച് താൽക്കാലികമായി ഇവിടം ബലപ്പെടുത്തി. എങ്കിലും കഴിഞ്ഞ ദിവസത്തെ ശക്തമായ മഴയിൽ വീണ്ടും മണ്ണ് ഒലിച്ചുപോയി. ഈ പാലം ഇടിഞ്ഞ് ഒരു സൈഡ് മുതൽ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. ബന്ധപ്പെട്ട അധികാരികൾ കാണുന്നു, ഇത് പുതിയ പാലം കൊണ്ടുവരാം എന്നൊക്കെ വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ട്. പക്ഷേ ഇത്രയും കാലമായിട്ട് ഇത് നിറവേറ്റാൻ സാധിച്ചിട്ടില്ല. എത്രയും പെട്ടെന്ന് തന്നെ, അതായത് ഈ മേഖലകളിൽ 300-350 ട്രൈബൽസ് ഉൾപ്പെടെയുള്ള ആളുകൾ താമസിക്കുന്ന ഭാഗമാണ് ഈ കോഴിമല എന്ന് പറയുന്ന ഭാഗം. ആ ഭാഗത്തേക്കുള്ള സഞ്ചാരയോഗ്യവും അതുപോലെ അയ്യപ്പൻകോവിലെ ബന്ധിപ്പിക്കുന്ന സഞ്ചാരയോഗ്യവും ഇന്ന് നമുക്ക് വെള്ളം കയറുന്നതോടുകൂടി മുടങ്ങുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് ആഴ്ച മുതൽ നമുക്ക് സ്കൂൾ തുറക്കുകയാണ്. കുട്ടികൾക്ക് ഒരു വണ്ടിയിൽ വന്ന് സ്കൂളിലേക്ക് പോകാനോ അല്ലെങ്കിൽ നമ്മുടെ ആലടിയാണ് നമ്മുടെ ഇവിടുത്തെ ഹോസ്പിറ്റൽ, ഈ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് എത്താനോ ഒന്നും യാതൊരുവിധ സൗകര്യങ്ങളും ഇന്ന് നിലവിൽ ഇല്ല. വെള്ളം കയറി കഴിഞ്ഞാൽ ആകെ നമ്മൾ ആശ്രയിക്കാവുന്നത് ഈ തൂക്കുപാലമാണ്. അതൊരു പരിധിയിൽ കൂടുതൽ ആളുകൾ കയറി കഴിഞ്ഞാൽ അത് ഇന്ന് ബലക്ഷയമായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയും മെയിൻ്റെനൻസ് ചെയ്യാത്ത ക്രമീതമായി അത് മെയിൻ്റെനൻസ് ചെയ്യാത്തത് കൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് ഇന്ന് ആളുകൾക്ക് നടക്കാൻ.
മാറി മാറി വരുന്ന ജനപ്രതിനിധികളും സർക്കാരും ഇവിടെ പുതിയ പാലം നിർമ്മിക്കുമെന്ന് പറയുന്നതല്ലാതെ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. കോവിൽമല ആദിവാസി ഊരിലേക്കും മറ്റു മേഖലയിലേക്കും ആളുകൾ ഈ പാലത്തിലൂടെയാണ് കടന്നുപോകുന്നത്. അടിയന്തരമായി മേഖലയിൽ പുതിയ പാലം നിർമ്മിക്കാനുള്ള നടപടി അധികൃതർ സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ HSSൽ ജൂൺ 24 തിങ്കളാഴ്ച രാവിലെ 10 അനുമോദന യോഗം നടക്കും. SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവർക്ക് ഉപഹാരം നൽകും. SSLC പരീക്ഷയിൽ 100%, +2 പരീക്ഷയിൽ 98% സ്കൂൾ വിജയം നേടിയിരുന്നു. ആകെ പരീക്ഷ എഴുതിയ 142 വിദ്യാർത്ഥികളിൽ 139 പേരും ഉപരിപഠനത്തിന് യോഗ്യത നേടി. ഹ്യൂമാനിറ്റീസ് ബാച്ച് 100% വിജയം നേടി. കട്ടപ്പന ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂള് ഓരോ വർഷവും അതിൻ്റെ വിജയപാത വിസ്തൃതിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷം SSLCക്ക് 100% റിസൾട്ടും, +2-ന് കേരളത്തിലാകെ 78% റിസൾട്ട് നിന്നപ്പോൾ നമ്മുടെ കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂള് 98% റിസൾട്ടാണ് ഇപ്രാവശ്യം കൈവരിക്കാൻ സാധിച്ചത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ശക്തമായൊരു PTA അതല്ല യഥാർത്ഥത്തിലുള്ള കാരണം. ഈ സ്കൂളിലെ ടീച്ചേഴ്സ് ഹൃദയപൂർവമായ ഒരു സമീപനം നടത്തുന്നു എന്നുള്ളതാണ് സത്യം. രാവിലെ 8:30 മുതൽ ക്ലാസ്. പഠനത്തിൽ അല്പം പിന്നോട്ട് നിൽക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെ 8 മണിക്ക് വരുത്തുകയാണ്. 10 മണിക്കാണ് അല്ലെ 9 മണിക്കാണ് റെഗുലർ ക്ലാസ്. 4 മണിക്ക് ശേഷം കുട്ടികളെ നിർത്തി പഠിപ്പിക്കുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ എൻ്റെ കുട്ടി ഉൾപ്പെടെ സ്കൂളിൽ വന്ന് പഠിക്കുകയായിരുന്നു. അപ്പോൾ അത്രയും നല്ല ഒരു സ്കൂളിൻ്റെ പ്രവർത്തനമാണ് ഇപ്പോൾ നാടാകെ പറയുന്നത്. കട്ടപ്പനയിലെ സാധാരണക്കാർക്ക് മികച്ച വിദ്യാഭ്യാസം പകർന്നു നൽകിയ സ്കൂൾ ഇപ്പോൾ വലിയ ഉന്നതിയിലേക്ക് കുതിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ വിദ്യാർത്ഥികളുടെ പഠന നിലവാരത്തിനുള്ള സാഹചര്യങ്ങളെല്ലാം മെച്ചപ്പെട്ടു. അതുകൊണ്ട് തന്നെ സ്കൂളിലെ വിജയശതമാനവും ഏറെ മുന്നിലാണ്. ഇത്തവണ കിട്ടിയ വിജയം കട്ടപ്പനയുടെ തന്നെ ആഘോഷമായി മാറിയ സാഹചര്യത്തിലാണ് വിപുലമായ പരിപാടികളും അനുമോദന യോഗവും സംഘടിപ്പിച്ചിരിക്കുന്നത്. പരിപാടിയിൽ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക, വിദ്യാഭ്യാസ മേഖലകളിലെ പ്രതിനിധികൾ പങ്കെടുക്കും. 14 ജില്ലകളിൽ 2ാം സ്ഥാനത്തെത്തിയത്, ഹയർ സെക്കൻഡറി റിസൾട്ടിൽ 2ാം സ്ഥാനത്തെത്തിയത് നമ്മുടെ ഇടുക്കി ജില്ലയാണ്. കഴിഞ്ഞ വർഷം അത് 5ാം സ്ഥാനമായിരുന്നു. അതിന് അങ്ങനത്തെ വർഷം അത് 8ാം സ്ഥാനമായിരുന്നു. അത് നമ്മൾ ഓരോ വർഷവും മുന്നോട്ട് വന്ന് ഇടുക്കി ജില്ല 2ാം സ്ഥാനത്തെത്തി എന്ന് പറയുമ്പോൾ ഈ ഇടുക്കിക്കാരായിട്ടുള്ള നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിൽ നമ്മുടെ സ്കൂളും ഒരു മികച്ച പങ്കാണ് വഹിച്ചത് എന്നതുകൊണ്ട് തന്നെയാണ് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ ഒരു മെറിറ്റ് ഡേ 24-ാം തീയതി നടത്തുന്നത്. വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ മിനി ഐസക്, പ്രഥമാധ്യാപിക ശാരദാദേവി, പ്രദീപ് കുമാർ, ബാബു സെബാസ്റ്റ്യൻ, മനോജ് പതാലിൽ, KJ സജിമോൻ, KM വിജയകുമാർ എന്നിവർ പങ്കെടുത്തു. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ഹരിതകർമ്മസേന കൂട്ടിയിട്ടിരിക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യണമെന്ന ആവശ്യം ശക്തമാകുന്നു. മേഖലയിൽ നിരവധി പേർക്ക് ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് മാലിന്യങ്ങൾ നീക്കം ചെയ്യണമെന്ന ആവശ്യം ശക്തമായിരിക്കുന്നത്. മുൻകാലങ്ങളിൽ പഞ്ചായത്ത് ശേഖരിക്കുന്ന മാലിന്യം ക്ലീൻ കേരളയ്ക്ക് വേർതിരിച്ച് കയറ്റി അയക്കുകയായിരുന്നു പതിവ്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ കൈമാറ്റം തടസ്സപ്പെട്ട് കുന്നുകൂടിയ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളാണ് വണ്ടൻമേട് സ്കൂളിന് സമീപം കൂട്ടിയിട്ടിരിക്കുന്നത്. പഞ്ചായത്ത് ഭരണസമിതി മനഃപൂർവ്വമാണ് മാലിന്യ നീക്കം തടസ്സപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് LDF അംഗങ്ങളുടെ ആരോപണം. ക്ലീൻ കേരളയ്ക്ക് കൃത്യമായി കൈമാറി വന്നിരുന്ന മാലിന്യം പിന്നീട് നൽകാതെ വരികയും ഇതിലൂടെ വലിയ അഴിമതിക്കാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്യമിടുന്നതെന്നും ആക്ഷേപമുണ്ട്. എന്നാൽ ക്ലീൻ കേരള മിഷൻ വാഹനം അയക്കാത്തതാണ് മാലിന്യ നീക്കം തടസ്സപ്പെടാൻ കാരണമെന്നും അടുത്ത ദിവസം തന്നെ അടിയന്തര യോഗം ചേർന്ന മാലിന്യങ്ങൾ പാതയോരത്തു നിന്ന് നീക്കം ചെയ്യുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് പരാതി. തിങ്കളാഴ്ച സ്കൂൾ തുറക്കുമ്പോൾ ഈ സ്കൂള് തെന്നാനി സ്കൂൾ എന്ന് പറയുന്നത് ഈ മേഖലയിലെ സാധാരണപ്പെട്ട പണിക്കാർ, അവരുടെ മക്കൾ, തോട്ടം തൊഴിലാളികൾ, അവരുടെ മക്കൾ ഇവിടെ പഠിക്കുന്ന സ്കൂളാണ്. ഈ തിങ്കളാഴ്ച മുതൽ പുതിയ ലീവ് അഡ്മിഷൻ വരികയാണ്. അതുമായി ബന്ധപ്പെട്ട ആളുകൾ വരുന്നതാണ്, പിള്ളേർ വരുന്നതാണ്. 100 കണക്കിന് പിള്ളേർ നടന്നു പോകുന്ന വഴിയാണത്. അവിടെയാണ് കൊണ്ട് മാലിന്യം കൂട്ടി വെച്ചിട്ട് ഇതുവരെ മറവ് ചെയ്യാതിരിക്കുന്നത്. ഇവിടെ കൂട്ടി വെച്ചിട്ട് തന്നെ ഒരു 3 ആഴ്ചക്ക് മുകളിലായി ഏകദേശം. ആ മാലിന്യം അത്രയും പെട്ടെന്ന് മറവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടാണ്, ഇവിടുത്തെ ജില്ലാ കളക്ടറുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പൈറ്റ് കൊടുക്കുന്നത്. കാരണം അത് അത്രയും വേഗം മാറ്റിയില്ലെങ്കിൽ പകർച്ചവ്യാധി പടരാനുള്ള ഒരു വേദിയാണ് ഇവിടെ അവരെ കാണിച്ചു വെച്ചിരിക്കുന്നത്. ഇവിടെ കൊതുവിന്റെ ശല്യം കൂടി വരികയാണ്, ഈക്കലിന്റെ ശല്യം കൂടി വരികയാണ്. രാവിലെ മുതൽ വൈകുന്നേരം പട്ടിയുടെ ശല്യമാണ്. ഇപ്പം നമ്മളിവിടെ വിൽക്കുന്നതുകൊണ്ടാണ് പട്ടികൾ ഇവിടെ വരാത്തത്. പട്ടിയിൽ മൊത്തം വന്നിട്ട് ഇവിടെ ഇത് മൊത്തം മാലിന്യം മൊത്തം മാറ്റിപ്പറിക്കുകയാണ്.
അതുകൊണ്ട് നമ്മൾ അറിയിക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രയും പെട്ടെന്ന് ഈ മാലിന്യം ഇതൊന്ന് മാറ്റിത്തരികയും അതിനുള്ള തീരുമാന നടപടി ഉണ്ടാകുകയും അത് നടപടി ഉണ്ടാകാത്ത സ്ഥിതിക്ക് മേലുദ്യോഗസ്ഥന്മാർ അത് ശ്രദ്ധിച്ച് എത്രയും പെട്ടെന്ന് ഈ തിങ്കളാഴ്ച സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ ഈ മാലിന്യം ഇവിടുന്ന് മാറ്റാനുള്ള ശ്രമം നടത്തണം. അതിനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. മഴ പെയ്തതോടെ ഇവയിൽ വെള്ളം കെട്ടിനിന്ന് കൊതുകുകൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ തെരുവുനായ്ക്കളുടെ ശല്യവും കൂടി വരികയാണ്. ഡെങ്കിപ്പനി ഉൾപ്പെടെ വിവിധതരം പകർച്ചവ്യാധികൾ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ പഞ്ചായത്തിന്റെയും ആരോഗ്യവകുപ്പിന്റെയും അലംഭാവപൂർണമായ നിലപാടിൽ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് CPM വണ്ടൻമേട് ലോക്കൽ കമ്മിറ്റിയുടെ തീരുമാനം. വിജയപുരം രൂപതയ്ക്ക് കീഴിലുള്ള നവീകരിച്ച പാമ്പനാർ കരടിക്കുഴി സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിന്റെ പ്രതിഷ്ഠയും തിരുനാളും നടന്നു. വിജയപുരം രൂപത സഹായമെത്രാൻ മാർ ജസ്റ്റിൻ മടത്തിപ്പറമ്പിൽ ദേവാലയത്തിന്റെ ആശീർവാദ കർമ്മം നടത്തി. പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടു കൂടെ. ഒരേ മേശയിൽ നിന്നും ദിവ്യനാഥന്റെ തിരുശരീരവും തിരുരക്തവും ഉൾക്കൊണ്ട് പരിപുഷ്ടി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമൂഹം ഒരാത്മീയ സൗധമായി ഉയർന്നു വരട്ടെ. ഒരേ അൾത്താരയ്ക്ക് ചുറ്റും കൂടിയിരിക്കുന്ന നാം ദൈവസ്നേഹത്താൽ പ്രചോദിതരായി തീരുവാൻ അവിടുന്ന് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. 2022 ജൂലൈ 18 ദേവാലയത്തിന്റെ തറക്കല്ലിട്ടത്. ഇടവക വികാരി ഫാദർ ജോസ് കുരുവിള കാടന്തുരുത്തലിന്റെ മേൽനോട്ടത്തിലും ജനങ്ങളുടെ സഹകരണത്തോടെയുമാണ് ദേവാലയ നിർമ്മാണം പൂർത്തിയാക്കിയത്. നിർമ്മാണം പൂർത്തീകരിച്ച ദേവാലയം വിജയപുരം രൂപത സഹായമെത്രാൻ ജസ്റ്റിൻ മടത്തിപ്പറമ്പിൽ ആശീർവദിച്ച വിശ്വാസികൾക്കായി സമർപ്പിച്ചു. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം പുനർജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു. പിതാവിന്റെ പേരിൽ അഭിനന്ദിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കർത്താവിന് വേണ്ടി അവിടുത്തെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി അതിമനോഹരമായിട്ടുള്ള ഒരു ദേവാലയം നിങ്ങൾക്ക് പണി കഴിപ്പിച്ച് ആ ദേവാലയത്തിൽ ഒന്ന് ചേർന്നുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ നിങ്ങൾക്ക് സാധിച്ചത് ദൈവത്തിന്റെ വലിയ അനുഗ്രഹമാണ്. ഇതിന് നിങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്ത നിങ്ങളുടെ പ്രിയപ്പെട്ട ജോസച്ചൻ ദേവാലയ നിർമ്മാണത്തിൻ്റെ എല്ലാം മധ്യസ്ഥൻ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഒത്തിരിയേറെ ദേവാലയങ്ങൾ ഈ നമ്മുടെ രൂപതയിൽ പണി കഴിപ്പിച്ച വ്യക്തിയാണ്. അച്ഛനോട് ചേർന്ന് ഈ ദിവസങ്ങളിലൊക്കെ പ്രവർത്തിച്ച 1940 കോൺട്രാക്ടർ ഫെർണാണ്ടൂസിന്റെയും അന്നത്തെ സൂപ്പർവൈസറായിരുന്ന യേശുദാസിന്റെയും ശ്രമഫലമായിട്ടാണ് ആദ്യമായി ഇവിടെ ചാപ്പൽ സ്ഥാപിച്ചത്. തുടർന്ന് വിജയപുരം രൂപതയും ഫ്രാൻസിസ്കൻ ബ്രദേഴ്സും AVT കമ്പനിയുടെ ചിലവിൽ പുതിയ ദേവാലയം പണി കഴിപ്പിച്ചു. 1977 മെയ് 8 കൊർണേലിയോസ് ഇലഞ്ഞിക്കൽ പിതാവ് ദേവാലയം ആശീർവദിച്ചു. SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച പ്രതിഭകൾക്ക് കട്ടപ്പന മേട്ടുകുഴി ജനകീയ സമിതിയുടെയും SHGകളുടെയും ആഭിമുഖ്യത്തിൽ അനുമോദനം നൽകി. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. മേട്ടുകുഴി പ്രദേശത്ത് താമസിക്കുന്നതും SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ചതുമായ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. മേട്ടുകുഴി ജനകീയ സമിതിയുടെയും വിവിധ SHGകളുടെയും ആഭിമുഖ്യത്തിലാണ് അനുമോദന യോഗം സംഘടിപ്പിച്ചത്. ഗുരുമന്ദിരം ജംഗ്ഷനിൽ വെച്ച് നടന്ന യോഗത്തിൽ പ്രതിഭകൾക്ക് മൊമെന്റോ നൽകിക്കൊണ്ട് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്കുണ്ടാകുന്ന വിജയം ഒരു നാടിന്റെ തന്നെ വിജയമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു കൊച്ചു ഗ്രാമത്തിന്റെ ആവേശവും സന്തോഷവുമാണ്. ആ കുട്ടികളെ ആദരിക്കുവാൻ ഈ നാട് കാണിക്കുന്ന താല്പര്യം ഈ നാടിൻ്റെ വളർച്ചയുടെ ഒരു സുപ്രധാനപ്പെട്ട നേട്ടമായി ഞാൻ കാണുന്നു. ആ കുട്ടികൾ ഓരോരുത്തരും നല്ല മാർക്ക് മേടിച്ചു എന്നുള്ളത് കൊണ്ട് അവരുടെ വിജയം എന്നതിനേക്കാൾ ഉപരിയായി
ഈ നാടിൻ്റെ വിജയമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ ആ കുട്ടികൾക്ക് അവസരമൊരുക്കുക. ഇത് നല്ലൊരു കാഴ്ചപ്പാടാണ്. സമൂഹത്തോട് പ്രതിബദ്ധത ഉണ്ടാകാൻ, അവരെ വിളിച്ചു വരുത്തി ആദരിക്കാൻ, എല്ലാവരുടെയും കൂടിയാണ് വിജയം, ഞങ്ങൾക്കതിൽ വലിയ പങ്കാളിത്തം കൊടുക്കാൻ കഴിഞ്ഞുവെന്ന് കുട്ടികൾക്ക് ബോധ്യം വരാൻ, അവരുടെ കുടുംബം, രക്ഷിതാക്കൾ, അവർക്കെല്ലാം ഇക്കാര്യത്തിൽ എത്രത്തോളം സംതൃപ്തി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ നമ്മുടെ നാടിൻ്റെ സർവ്വതോന്മുഖമായ വിവിധ മാറ്റങ്ങൾക്കിടം കൊടുക്കുമ്പോഴും നല്ല മനസ്സ് രൂപപ്പെടാനും കക്ഷി രാഷ്ട്രീയ ജാതിമത വർഗവർണ്ണ ചിന്താഗതികൾക്കപ്പുറത്തോട്ട് ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തി അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പ്രയോജനപ്പെടുത്തുവാൻ ഒരു നാട് ഒന്നിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് വെട്ടുകുഴി കാണുന്ന ഈ ചെറിയ സമ്മേളനവും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഈ കുട്ടികളെ ആദരിക്കപ്പെടുന്നു. നഗരസഭാ കൗൺസിലർ തങ്കച്ചൻ പുരയിടം അധ്യക്ഷനായിരുന്നു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി, CPI മണ്ഡലം സെക്രട്ടറി VR ശശി, മലനാട് കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് മനോജ് തോമസ്, BJP ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് വരകുമല, സംഘാടക സമിതി ട്രഷറർ റോയി തമ്പി, മിത്രം SHG പ്രസിഡന്റ് ജോസ് പുരയിടം, ശ്രീനാരായണ സാംസ്കാരിക പ്രസിഡന്റ് വിജയൻ പുത്തോട്ട്, സംഘാടക സമിതി കൺവീനർ അജേഷ് ചാഞ്ചാനിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. +2 പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്ക് A+, 5 വിഷയങ്ങൾക്ക് A+ നേടിയ കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് അസോസിയേഷൻ ഓഫ് കൊമേഴ്സ് ടീച്ചേഴ്സ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദനം നൽകി. കട്ടപ്പനയിൽ നടന്ന മെറിറ്റ് ഡേ നഗരസഭാ അധ്യക്ഷ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ഓഫ് കൊമേഴ്സ് ടീച്ചേഴ്സ് ഇടുക്കി ജില്ലാ കമ്മിറ്റി ഐക്കാംസ് അക്കാദമിയുമായി സഹകരിച്ചാണ് മെറിറ്റ് ഡേ സംഘടിപ്പിച്ചത്. കഴിഞ്ഞ +2 പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്ക് A+, 5 വിഷയങ്ങൾക്ക് A+ നേടിയ കൊമേഴ്സ് വിദ്യാർത്ഥികൾക്കായാണ് അനുമോദനം നടന്നത്. നഗരസഭാ അധ്യക്ഷ ബീന ടോമി പരിപാടി ഉദ്ഘാടനം ചെയ്തു. +2 പരീക്ഷയിൽ 1200 മാർക്കിൽ 1199 മാർക്ക് നേടി വിജയിച്ച ഉപ്പുതറ സെന്റ് ഫിലോമിനാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കൊമേഴ്സ് വിദ്യാർത്ഥിനി അനുലക്ഷ്മി P. പ്രസന്നൻ, വാഴ്ത്തോപ്പ് സെന്റ് ജോർജ് HSSലെ ഫസ്ന ജാസ്മിൻ എന്നിവർക്ക് മൊമന്റോ നൽകി. ആക്ട് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ബിജു തങ്കപ്പൻ അധ്യക്ഷനായിരുന്നു. കട്ടപ്പന ഓസാനം സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ മനു മാത്യു, ഐക്കാംസ് അക്കാദമി ഡയറക്ടർ അജേഷ് ES എന്നിവർ സംസാരിച്ചു. ആക്ട് ഇടുക്കി ജില്ലാ ഭാരവാഹികളായ സജിൻ സ്കറിയ, മാർട്ടിൻ ജോസഫ്, ബിനോയ് ജോർജ്, മഞ്ജു വിൽസൺ, നിഷ ആന്റണി, അജേഷ് KT, ജോൺസൺ കോശി, M. രാജൻ, സുനി പരമേശ്വരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കഴിഞ്ഞ SSLC, +2, ഡിഗ്രി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ അംഗങ്ങളുടെ കുട്ടികളെ തങ്കമണി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനു വിനേഷ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ SSLC, +2, ഡിഗ്രി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ തങ്കമണി സർവീസ് സഹകരണ ബാങ്ക് അംഗങ്ങളുടെ 50 കുട്ടികളെയാണ് ക്യാഷ് അവാർഡും മൊമന്റോയും നൽകി അനുമോദിച്ചത്. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ 48 കുട്ടികളെയും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ 2024 ബിരുദ പരീക്ഷയിൽ BSc ബയോടെക്നോളജിയിൽ 2ാം റാങ്ക് കരസ്ഥമാക്കിയ സേതുലക്ഷ്മി രവി, BSc ജിയോളജിയിൽ 7ാം റാങ്ക് കരസ്ഥമാക്കിയ ക്രിസ്റ്റീന മറിയം എബ്രഹാം എന്നിവരെയുമാണ് അനുമോദിച്ചത്. ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന യോഗം കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനു വിനേഷ് ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ഓരോരുത്തർക്കും ഓരോതര കഴിവുകളാണുള്ളത്. അതിനെ വികസിപ്പിച്ചെടുക്കാനുള്ള കഴിവുകൾ പല രീതിയിൽ നമ്മൾ വിനിയോഗിക്കുന്നത് കൊണ്ട് നമുക്കതിനെ ഏറ്റവും ഉന്നതിയിൽ തന്നെ എത്താൻ സാധിക്കുന്നുണ്ട്. വിദ്യാഭ്യാസത്തിന് വളരെയേറെ പ്രാധാന്യം നൽകുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും തിരഞ്ഞെടുക്കുന്ന ഓരോ രീതിയിലുള്ള ഓരോരുത്തർ +2 കഴിഞ്ഞിട്ട് ഓരോ രീതിയിലുള്ള വിദ്യാഭ്യാസത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. അതിനെയെല്ലാം മുൻനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ എന്നും നല്ലൊരു വ്യക്തികളായിരിക്കണം, നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമകളായിരിക്കണം. ചുറ്റുമുള്ളവരെ അല്ലെങ്കിൽ മറ്റുള്ളവരെ കണ്ട് അവരോട് സഹതപിക്കാനും അവരുടെ കാര്യങ്ങൾ കേൾക്കാനും ഒക്കെ പ്രാപ്തരായ ഒരു വിദ്യാർത്ഥികളായിരിക്കണം നാം ഓരോരുത്തരും. തങ്കമണിയിൽ താമസമാക്കിയ നേപ്പാൾ സ്വദേശികളായ ബീരേന്ദ്ര പ്രസാദിന്റെയും ഭാര്യ മീനയുടെയും മകനായ +2 പരീക്ഷയിൽ ഫുൾ A+ നേടിയ ഗോകുൽ പ്രസാദിനെയും ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ വെച്ച് നടന്ന സൗത്ത് ഇന്ത്യ സയൻസ് ഫെസ്റ്റിൽ വ്യക്തിഗത വിഭാഗത്തിൽ ഇടുക്കി ജില്ലയിൽ ആദ്യമായി CV രാമൻ അവാർഡ് നേടിയ കാൽവരി മൗണ്ട് ഹൈസ്കൂൾ വിദ്യാർത്ഥിയായ അലക്സ് ബിജുവിനെയും പ്രത്യേകം അനുമോദിച്ചു.
ബാങ്ക് പ്രസിഡന്റ് റോമിയോ സെബാസ്റ്റ്യന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റിച്ചി മുക്കാട്ട് മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ MJ ജോൺ, സോണി ചൊള്ളാമടം, VN പ്രഹ്ലാദൻ, ഷെർലി ജോസഫ്, റീനു സണ്ണി തുടങ്ങി നിരവധി ആളുകൾ സംസാരിച്ചു. ആരോഗ്യ സേവന രംഗത്തു നിന്നും 19 വർഷക്കാലത്തെ സ്തുത്യർഹ സേവനങ്ങൾക്ക് ശേഷം വണ്ടിപ്പെരിയാർ CHCയിൽ നിന്നും ഓഫീസ് അസിസ്റ്റന്റായി വിരമിച്ച തോമസ് മാത്യുവിന് യാത്രയയപ്പ് നൽകി. കോൺഗ്രസ് വള്ളക്കടവ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. 2005 വാഴത്തോപ്പിലായിരുന്നു തോമസ് മാത്യു ആരോഗ്യവകുപ്പിൽ ജോലിയിൽ പ്രവേശിക്കുന്നത്. തുടർന്ന് ചക്കുപിള്ളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ദീർഘകാല സേവനത്തിന് ശേഷമാണ് അദ്ദേഹം വണ്ടിപ്പെരിയാർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ആരോഗ്യ വിഭാഗം ഓഫീസ് അസിസ്റ്റന്റായി സേവനമനുഷ്ഠിച്ച് വരുന്നത്. കഴിഞ്ഞ 19 വർഷക്കാലത്തെ ആരോഗ്യവകുപ്പിലെ സേവനങ്ങൾക്ക് ശേഷം വിരമിക്കുന്ന തോമസ് മാത്യുവിനാണ് വണ്ടിപ്പെരിയാർ വള്ളക്കടവിൽ കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകിയത്. വണ്ടിപ്പെരിയാർ CHCയിൽ വെച്ച് നടന്ന യാത്രയയപ്പ് സമ്മേളനത്തിന് ശേഷം സഹപ്രവർത്തകർ ചേർന്ന് അദ്ദേഹത്തെ വീട്ടിൽ എത്തിച്ചു. തുടർന്ന് വള്ളക്കടവ് ജുമാ മസ്ജിദ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് സമ്മേളനം നടന്നത്. സമ്മേളനത്തിൽ കോൺഗ്രസ് വള്ളക്കടവ് വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് അലീസ് വാരിക്കാട്ട് അധ്യക്ഷനായിരുന്നു. വണ്ടിപ്പെരിയാർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് രാജൻ കുഴുവമാക്കൽ, INTUC ജില്ലാ സെക്രട്ടറി സിജോ ഔസേബ്, പീരുമേട് റീജിയണൽ പ്രസിഡന്റ് KA സിദ്ദിഖ്, വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് ലിൻസ് ആലഞ്ചേരി, സനു പുളിക്കൽ, ബിബിൻ തോമസ്, ജോബിൻ ആലഞ്ചേരി, തോമസ് കുട്ടി, നജീബ് തേക്കിൻകാട്ടിൽ, അൻഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. അഴുത സീഡ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സന്നദ്ധ സംഘടനകളുടെ കൂട്ടായ്മയായ നാഷണൽ NGO കോൺഫെഡറേഷന്റെയും സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് റിസർച്ച് ഡെവലപ്മെന്റ് സ്റ്റഡീസിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി പഠനോപകരണ വിതരണം സംഘടിപ്പിച്ചു. വണ്ടിപ്പെരിയാർ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പഠനോപകരണ വിതരണോദ്ഘാടനം അഴുത സീഡ് സൊസൈറ്റി പ്രസിഡന്റ് സാലി ജേക്കബ് നിർവഹിച്ചു. സന്നദ്ധ സംഘടനകളുടെ കൂട്ടായ്മയായ നാഷണൽ NGO കോൺഫെഡറേഷനും സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് റിസർച്ച് ഡെവലപ്മെന്റ് സ്റ്റഡീസും സോഷ്യൽ ബീവെഞ്ചേഴ്സും സംയുക്തമായാണ് അഴുത സീഡ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പഠനോപകരണ വിതരണം സംഘടിപ്പിച്ചത്. LKG മുതൽ +2 വരെയുള്ള 212 കുട്ടികൾക്കാണ് 50% സാമ്പത്തിക സഹായത്തോടുകൂടി പഠനോപകരണങ്ങൾ നൽകിയത്. വണ്ടിപ്പെരിയാർ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പഠനോപകരണങ്ങളുടെ വിതരണോദ്ഘാടന ചടങ്ങിൽ അഴുത സൊസൈറ്റി സെക്രട്ടറി ബിന്ദു സാബു അധ്യക്ഷയായിരുന്നു. പ്രസിഡന്റ് സാലി ജേക്കബ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ സ്കൂളിലേക്ക് നമ്മൾ ആദ്യം പോകുമ്പോൾ ആദ്യത്തെ ദിവസം എന്താണ്, ജൂൺ 1 നമ്മുടെ മഴ. അപ്പോൾ പുത്തൻ ഉടുപ്പും പുത്തൻ ബാഗും പുത്തൻ കുടയും ഒക്കെ ആയിട്ട് കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന ഒരു സംവിധാനം. പണ്ട് കാലങ്ങളിൽ ഇന്നത്തെ രക്ഷകർത്താക്കളെ പോലെയല്ല, അന്ന് ഉണ്ടായിരുന്ന രക്ഷകർത്താക്കൾക്ക് ഇന്ന് ഒരു വീട്ടിൽ എത്ര കുട്ടികളുണ്ട്? 2 കുട്ടികളെ കാണത്തുള്ളൂ. അന്നെന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ 5-6 മക്കളുണ്ടാവും. അവരെ പഠിപ്പിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എങ്കിലും എല്ലാവരും കൃത്യമായിട്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്തു പോയിരുന്നു. അപ്പം നമ്മുടെ സീഡ് സൊസൈറ്റി വഴി ഇങ്ങനെ ഒരു ആലോചന വന്നപ്പോൾ ഞങ്ങളും കൂടുതൽ, ഏകദേശം നമ്മുടെ അഴുത ബ്ലോക്കിൽ 1000-ഓളം കുട്ടികൾക്കാണ് നമ്മൾ ഈ സ്കൂൾ കിറ്റ് കൊടുക്കുന്നത്. സീഡ് ഫീൽഡ് സൂപ്പർവൈസർ ഷമീറ നിജാസ്, പ്രൊമോട്ടർമാരായ നിമ്മി ലോറൻസ്, അനിത ബിനു, രമ്യമോൾ, നഫീസത്ത് തുടങ്ങിയവർ സംസാരിച്ചു. അയ്യപ്പൻകോവിൽ ചപ്പാത്ത് മരുന്നുപേട്ട ക്ഷീരസംഘത്തിന്റെ നേതൃത്വത്തിൽ ലോക ക്ഷീര ദിനാചരണം നടന്നു. ക്ഷീരസംഘം പ്രസിഡന്റ് രാജേന്ദ്രൻ മാരിയിൽ കർഷകർക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ക്ഷീരവൃത്തിയുടെ പ്രോത്സാഹനത്തിനും ക്ഷീരകർഷകരുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും ഗുണനിലവാരമുള്ള ക്ഷീരോത്പാദനത്തിനും സംരക്ഷണത്തിനും വേണ്ടിയാണ് ലോക ക്ഷീര ദിനാചരണം സംഘടിപ്പിക്കുന്നത്. ക്ഷീരസംഘം സെക്രട്ടറി ജസിയമ്മ ബാബു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വെച്ച് പ്രസിഡന്റ് രാജേന്ദ്രൻ മാരിയിൽ കർഷകർക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. 19 വർഷമായി മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന മരുതുംപേട്ട ക്ഷീരസംഘം ഇതിനോടകം വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. പാല് ഇന്ന് അത്യന്താപേക്ഷിതമായ ഒരു ആഹാരപാനീയം തന്നെയാണ്. നമുക്കറിയാം, പ്രസവിക്കുന്ന ഏതൊരു ജീവിയും പാലുകൂട്ടിയാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രായമായവരും കുട്ടികളുമെല്ലാം പാലും അതിനെ ആശ്രയിച്ചുള്ള ഉൽപ്പന്നങ്ങളുമാണ് കഴിച്ച് ആരോഗ്യത്തെ പരിപാലിക്കുന്നത്. ഈ അവസരത്തിൽ ലോക ക്ഷീരദിനമായ ജൂൺ 1 മരുതുംപേട്ട ക്ഷീരസംഘത്തിനെ സംബന്ധിച്ച് പരിമിതമായ പരിധിയിൽ നിന്നുള്ള കർഷകരെ സംഘടിപ്പിച്ച് നമ്മൾ ഇന്ന് ഈ ക്ഷീരദിനം ആചരിക്കുകയാണ്. വൈസ് പ്രസിഡന്റ് മരിയ പുഷ്പ, കമ്മിറ്റി അംഗങ്ങളായ ബിനോയ് ഫിലിപ്പ്, ജിജിമോൻ PS, ഗ്രേസി രാജൻ, ക്ഷീരകർഷകർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. അയ്യപ്പൻകോവിൽ വില്ലേജ് പടി അങ്കണവാടിയിൽ പ്രവേശനോത്സവം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു.
അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിലെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന അങ്കണവാടികളിലൊന്നാണ് വില്ലേജ് പടി അങ്കണവാടി. 18ഓളം കുരുന്നുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇതിൽ 1-ാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്ന 12 കുരുന്നുകൾക്ക് യാത്രയയപ്പം നൽകി. കൂടാതെ പുതിയതായി വന്ന 6 കുരുന്നുകളെ സ്വീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കുഞ്ഞുങ്ങള് 3 വയസ്സ് വരെ നമ്മളോടൊപ്പം നമ്മുടെ അമ്മമാരുടെ ചുറ്റും വീട്ടിലിരുന്നതിന് ശേഷം അംഗൻവാടിയിലോട്ട് കടന്നു വരുന്ന ഒരു സമയത്ത് അവർ അമ്മമാരെ വിട്ട് അംഗൻവാടിയിലോട്ട് പോവില്ല. അവർ പോകുന്ന കുറെ കരഞ്ഞുകൊണ്ടിറങ്ങും. പക്ഷെ അതിൽ നിന്നൊക്കെ മാറ്റമായി ഇപ്പോൾ കുഞ്ഞുങ്ങൾ ഇവിടെ വന്ന് 2 വർഷം അല്ലെങ്കിൽ 1 വർഷം ഇവിടെ ഇരുന്ന് അംഗൻവാടികളൊക്കെ സ്മാർട്ടായി കുഞ്ഞുങ്ങളെ കൂടുതൽ ആകർഷിക്കുന്ന രീതിയിലാണ് അംഗൻവാടിയുടെ ഒക്കെ പ്രവർത്തനം. ഇപ്പോൾ അതുപോലുള്ള രീതിയിലാണ് അംഗൻവാടിക്ക് മാറ്റങ്ങൾ വന്നിരിക്കുന്നത്. SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ മരിയ അജിയെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. അങ്കണവാടിയിൽ നിന്നും പിരിഞ്ഞു പോകുന്ന കുരുന്നുകൾക്ക് ട്രോഫിയും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം സോണിയ ജെറി അധ്യക്ഷയായിരുന്നു. വില്ലേജ് ഓഫീസർ അഞ്ജു എ, അങ്കണവാടി മുൻ ടീച്ചർ മേരിക്കുട്ടി സെബാസ്റ്റ്യൻ, ആലടി PHCയിലെ എബിമോൾ ജോസഫ്, മോണിറ്ററിംഗ് കമ്മിറ്റി പ്രസിഡന്റ് ജോസഫ്, അങ്കണവാടി ടീച്ചർ ആനന്ദവല്ലി സാബു, ഹെൽപ്പർ അമ്പിളി PS, മാതാപിതാക്കൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ചുട്ടുപൊള്ളിയ മണ്ണിൽ ഉഷ്ണം ശമിപ്പിച്ച് മഴ പെയ്തിറങ്ങിയതോടെ കൃഷിയിടങ്ങളിൽ പുതിയ അതിഥികളുടെ വരവാണ്. കട്ടപ്പന നരിയമ്പാറ വിനോദ് ഭവനിൽ വിനോദിന്റെ കൃഷിയിടത്തിലാണ് ഭീമൻ കൂണുകൾ അതിഥിയായി എത്തി കൗതുക കാഴ്ചയൊരുക്കുന്നത്. കാർഷിക മേഖലയെ കരിച്ചുണക്കിയ കനത്ത വേനൽ നരിയമ്പാറ സ്വദേശി വിനോദിന്റെ കൃഷിയിടത്തിലും വലിയ നാശം വിതച്ചു. വേനൽ മാറി ശക്തമായ മഴ ലഭിക്കാൻ തുടങ്ങിയതോടെ കാർഷിക മേഖലയ്ക്ക് ഉണർവ് ഒന്നുമില്ലെങ്കിലും ചില അതിഥികൾ കൃഷിയിടത്തിൽ മുളച്ചു പൊങ്ങാൻ തുടങ്ങി. യാദൃശ്ചികമായി കൃഷിയിടത്തിലിറങ്ങിയ വിനോദ് കരിഞ്ഞുണങ്ങിയ ഏലത്തട്ടകൾക്കിടയിൽ ചില കൂണുകൾ വളർന്നു നിൽക്കുന്നത് കണ്ടു. പിന്നീടുള്ള ദിവസങ്ങളിൽ കൂണുകളുടെ എണ്ണം കൂടുകയും വലിപ്പം അസാധാരണമാം വിധം വർദ്ധിക്കുകയും ചെയ്തു. 10 ദിവസത്തിനു ശേഷം ഭീമാകാരമായ കൂണുകളാണ് തന്റെ കൃഷിയിടത്തിൽ വിനോദ് കണ്ടത്. നമ്മുടെ ഏലമൊക്കെ ഒത്തിരി ഉണങ്ങിപ്പോയി. പക്ഷേ അതിലും നമുക്കൊരു സന്തോഷകരമായ ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാവിലെ വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ 2 ഏലത്തട്ട ഏലച്ചുവട് ഉണങ്ങിപ്പോയതിൻ്റെ അതിൻ്റെ ഓരോ തട്ടയ്ക്കും ഓരോ കൂണ് വീതം എന്ന പോലെ 2 ഇങ്ങനെ ഉണ്ടാകുന്ന കണ്ടു. അപ്പോൾ അത് ആദ്യം കുഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് വിടർന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു ഇതിലായി. വളരെ സന്തോഷം. ഏലത്തട്ടകൾ മുഴുവൻ കരിഞ്ഞുണങ്ങിയ സാഹചര്യത്തിൽ കർഷകന്റെ ദുഃഖത്തിന് ഒരൽപ്പം അയവ് വരുത്തുന്ന കാഴ്ച തന്നെയാണ് വളർന്നു നിൽക്കുന്ന കൂണുകൾ സമ്മാനിക്കുന്നത്. വിനോദിന്റെ കൃഷിയിടത്തിലെ ഈ കൗതുക കാഴ്ച കാണാൻ നിരവധി ആളുകളാണ് എത്തുന്നത്. എൻ്റെ സുഹൃത്തായിരുന്നു വിനോദ് ചേട്ടൻ. അപ്പോൾ ഒരു ദിവസം എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് പറഞ്ഞാൽ ഇന്ന പോലെ കുറേ കൂണുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇത് ഞാൻ ആദ്യം കാണും, അതൊന്നും ഫോട്ടോ എന്നെ കാണിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് കൊള്ളാലോ, ഇത് ഞാൻ ആദ്യം കാണും, എനിക്കിത് നേരിട്ട് കാണണമെന്ന് പറഞ്ഞു. പക്ഷേ വന്നു കഴിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി ഇത് കണ്ടിട്ട്. ഇത് വല്ലാത്തൊരു, ഞാൻ ഒരുപാട് കൂണുകൾ പറിച്ചിട്ടുള്ള ആളാണ് ഞാൻ. പക്ഷേ ഇതുപോലെ ഒരു കൂണ് പറി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞങ്ങൾ 3 പേര് കൂടി, ഞങ്ങൾ സാമാന്യം നല്ല ആരോഗ്യമുള്ള ആൾക്കാർ, എന്നിട്ട് പോലും പൊക്കാൻ പറ്റിയില്ല. കൂണുകൾ ഭക്ഷ്യയോഗ്യമായതാണോ അല്ലയോ എന്നറിയാത്തതിനാൽ കൃഷിയിടത്തിൽ തന്നെ വിനോദ് സംരക്ഷിക്കുകയാണ്. എന്തായാലും ദിവസങ്ങൾ മാത്രം ആയുസ്സുള്ള കൂണുകളുടെ കൂട്ടം വേറിട്ട കാഴ്ച അനുഭവം തന്നെയാണ് സമ്മാനിക്കുന്നത്. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. സ്കൂൾ തുറക്കാനുള്ള കാത്തിരിപ്പിലാണ് നെടുങ്കണ്ടം തേർഡ് ക്യാമ്പ് സ്കൂളിലെ കുരുന്നുകൾ. ഇനി മുതൽ പഠനം മാത്രമല്ല കളിയും ഇവിടെ ഹൈടെക്കാണ്. കേരളത്തിൽ പ്രൈമറി സ്കൂളുകളിലെ ആദ്യ ടർഫ് തേർഡ് ക്യാമ്പ് ഗവൺമെന്റ് LP സ്കൂളിൽ ഒരുങ്ങിക്കഴിഞ്ഞു. മഴ പെയ്താൽ ചെളി നിറയുന്ന കളിക്കളം തേർഡ് ക്യാമ്പിലെ കുരുന്നുകൾക്ക് എന്നും സങ്കട കാഴ്ചയായിരുന്നു. ഇനി ചെളി നിറഞ്ഞ കളിക്കളം ഇവിടെയില്ല. ആർട്ടിഫിഷ്യൽ പുല്ല് വിരിച്ച ആധുനിക ടർഫ് തയ്യാറായി കഴിഞ്ഞു. ജില്ലാ പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ച 25 ലക്ഷം രൂപയും പാമ്പാടുംപാറ പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ച 13 ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് കേരളത്തിൽ ഒരു പ്രൈമറി സ്കൂളിൽ ആദ്യമായി ടർഫ് ഒരുക്കിയിരിക്കുന്നത്. നമ്മുടെ തേർഡ് ക്യാമ്പ് ഗവൺമെന്റ് LP സ്കൂള് പ്രവേശനോത്സവത്തിന് അതിഭയങ്കരമായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്കൂളിന്റെ ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ വിശാലമായി തന്നെ പൂർത്തീകരിച്ചു. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ
കായിക പ്രേമികൾക്കായിട്ട് ജില്ലാ പഞ്ചായത്ത് 25 ലക്ഷം രൂപയും പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് 13 ലക്ഷം രൂപയും മുതൽ മുടക്കിക്കൊണ്ട് നമ്മുടെ കേരളത്തിൽ ആദ്യമായി തന്നെ ഒരു LP സ്കൂളിൽ ഒരു ടർഫ് നിർമ്മാണം പൂർത്തീകരിച്ചു വരികയാണ്. അക്കാദമിക കാര്യങ്ങളിലാണെങ്കിൽ നമ്മുടെ സ്കൂൾ ഈ വർഷം ജില്ലയിലെ തന്നെ ഏറ്റവും മെച്ചപ്പെട്ട നിലവാരത്തിൽ നമ്മുടെ LSSന് 10ഓളം കുട്ടികൾ നല്ല പ്രതിഭയോടുകൂടി നിറഞ്ഞു നിൽക്കുകയാണ്. തീർച്ചയായിട്ടും ഈ വർഷത്തെ അധ്യയന വർഷത്തിലും നമ്മൾ മികവുറ്റ പ്രവർത്തനങ്ങളാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. സ്കൂളിലെ പരിസ്ഥിതി സൗഹൃദ പാർക്കും ആധുനിക പഠന അന്തരീക്ഷത്തിനുമൊപ്പം ടർഫും കുട്ടികൾക്ക് പ്രിയങ്കരമാകുമെന്ന ഉറപ്പാണ്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ദ കാർഡമം പ്ലാന്റേഴ്സ് മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഏലക്ക ലേല വിവരം. ആകലോട്ട് 171, വിൽപ്പനയ്ക്ക് വന്നത് 49,249, വിൽപ്പന നടന്നത് 46,607. കൂടിയ വില 2,836, ശരാശരി വില 2,245. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 620 രൂപ, ഏലം കൂടിയ വില 2,200, ഏലം ശരാശരി വില 1,800. കാപ്പിപ്പരിപ്പ് 330, ഗ്രാമ്പു 950, കൊക്കോ 140, റബ്ബർ 175. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6,650 രൂപ, വെള്ളി 98. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ഇടുക്കിയിൽ വെള്ളിയാഴ്ച പെയ്ത കനത്ത മഴയിൽ വ്യാപക നാശം. തൊടുപുഴ ഉൾപ്പെടുന്ന ലോറേഞ്ച് മേഖലയിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലുമുണ്ടായി. അതിതീവ്ര മഴയ്ക്ക് കാരണം ലഘുമേഘ വിസ്ഫോടനമെന്ന് സംശയിക്കുന്നതായി കാലാവസ്ഥാ വിദഗ്ധർ. മഴ കനത്ത സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ ഷീബ ജോർജ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥയും ജില്ലാ കളക്ടറുമായ ഷീബ ജോർജ്. ജില്ലയിലെ വോട്ടെണ്ണൽ നടക്കുക പൈനാവ് ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ച തരത്തിലുള്ള മുഴുവൻ ക്രമീകരണങ്ങളും വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ ഒരുക്കിയതായി ജില്ലാ കളക്ടർ. ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായി 2018 അനുവദിച്ച 40 ഏക്കർ സ്ഥലത്തിന് പുറമെ 50 ഏക്കർ കൂടി അനുവദിച്ച സർക്കാർ ഉത്തരവ്. നടപടി ലാൻഡ് റവന്യൂ കമ്മീഷണർ മുഖേന ജില്ലാ കളക്ടർ സർക്കാരിന് നൽകിയ പ്രൊപ്പോസലിനെ തുടർന്ന്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായുള്ള വോട്ടർ പട്ടിക പുതുക്കൽ നടപടികൾ തുടങ്ങി. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് നടത്തുന്ന തെരഞ്ഞെടുപ്പായതിനാൽ പരിഗണിക്കുക പ്രത്യേക വോട്ടർ പട്ടിക. ജൂൺ 6 കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.